വായിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 25-ാം വാക്യം. വളരെ സമയം പോയി, നീ ഒത്തിരി ദൂരെ പോകേണ്ടതാണ്, അതുകൊണ്ട് വേഗത്തിൽ ഈ വാക്യം ഇൻട്രൊഡക്ഷൻസ് ഞാൻ നീട്ടുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 25-ാമത് വാക്യം ഇപ്പോൾ വായിക്കുന്നതാണ്. യെരൂശലേമിൽ ശിമ്യോൻ എന്നു പേരുള്ള മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. ഒരു നിമിഷം കണ്ണുകിടക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, രാത്രിയും ഞങ്ങൾക്ക് അങ്ങ് ദാനം നൽകിയത് ഓർത്ത സ്തോത്രം. അവിടുത്തെ അദൃശ്യ സാന്നിധ്യാൽ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. കാലാവസ്ഥയുടെ പ്രതികൂലമുണ്ടായിട്ടും ശക്തിയേറി ഇടിയും മഴയും ഒക്കെ ഉണ്ടായിട്ടും മിന്നലുണ്ടായിട്ടും ഈ ജനം ഇവിടെ കടന്നു വന്നല്ലോ. നീ ഞങ്ങളെ തള്ളിക്കളയുന്ന ദൈവമല്ലപ്പ. നിൻ്റെ ദാസന്മാർക്ക്, പ്രിയ മകൾക്ക്, നിൻ്റെ ദാസന് അനുഗ്രഹമായ ഗാനങ്ങൾ ഈ പ്രതികൂലത്തിൻ്റെ നടുവിലും പാടുവാൻ ദൈവം കൊടുത്ത കൃപയ്ക്കായി അങ്ങ് സ്തുതിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞങ്ങളോട് എന്തൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നു അതൊക്കെ പറയണേ. നമ്മുടെ ശക്തി ആവരിക്കണേ. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കൈ ഉയർത്തി വാതുറന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട് ഞാനിപ്പോൾ ഓർത്തൊരു കാര്യം പറയാം. ഞാൻ പാസ്റ്ററെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. അപ്പം പ്രസംഗം തുടങ്ങിയപ്പോൾ മഴ ആരംഭിച്ചു. അവിടെ റൂഫിംഗ് ഒന്നുമില്ല, ഒരു സ്റ്റേജിൽ മാത്രമേ റൂഫിംഗ് ഉള്ളൂ. മഴയൊന്ന് ശക്തിപ്പെട്ട ആളുകളിലേക്ക് ഇങ്ങനെ കേൾക്കുക. അതിൻ്റെ ഒരു ഇടിയും തുടങ്ങി, മിന്നലുമായി. ഞാൻ ഇവരുടെ കാര്യം ഓർത്ത് പറയാം. ഇടിയും മിന്നലും അങ്ങോട്ട് ഭയങ്കര ശക്തമായപ്പോൾ ഏതാണ്ട് തീരാറായപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി മൈക്കും പിടിച്ചുകൊണ്ട് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ നിർത്താൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ പുറകിരുന്നവരല്ല പറഞ്ഞു എന്ന് പറഞ്ഞു. നിർത്താൻ പോവാന്ന് പറഞ്ഞ് ഞാൻ ഈ മൈക്ക് കയ്യിലോട്ട് കൊടുത്തിട്ട് ഒരെണ്ണം വാങ്ങത്തില്ല. ഇടിയും മഞ്ഞലും അതുവരെ അവർ പറഞ്ഞോളെ. ഇടിയാന്ന് പറഞ്ഞപ്പോൾ ഒറ്റയാണ്, പാമ്പിനെ കയ്യിലെടുക്കുന്നില്ല, മൈക്ക് വാങ്ങത്തില്ല. സ്തോത്രം. അപ്പം ഞാൻ ഈ കുഞ്ഞുങ്ങൾ ഈ ഇടിയും മിന്നലിലും ഇതെല്ലാം വെച്ചുകൊണ്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ജീവനേക്കാൾ എൻ്റെ കർത്താവ് വലിയവനാണ്. ഒന്ന് ശക്തിയോട് സ്തോത്രം പറഞ്ഞ ദൈവം. അതെ, നമ്മുടെ ജീവനേക്കാൾ നമ്മുടെ കർത്താവാണ് നമുക്ക് വലുത്. ഒന്ന് നന്നായി കൈയടിച്ച് ശക്തിയോട് ദൈവത്തിന് സ്തോത്രം. യെസ്. യെരൂശലേമിൽ ശിമോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അവൻ്റെ മേലുണ്ടായിരുന്നു. യെരൂശലേമിൽ അനേക ശിമോന്മാരുണ്ടായിരുന്നെങ്കിലും അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായൊരു മനുഷ്യൻ, ഒരു ശിമോനെ പരിശുദ്ധാത്മാവ് നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. എന്താണ് ഈ ശിമോൻ്റെ പ്രത്യേകതകൾ? 1, യെരൂശലേമിൽ ചെന്ന് നിങ്ങൾ ശിമോനെ കുറിച്ച് ചോദിച്ചാൽ അവിടെ ആർക്കും അയാളെ അറിഞ്ഞുകൂടായിരുന്നിരിക്കാം. അവിടെ ആർക്കും അയാളെ അറിയത്തില്ലായിരുന്നെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന് അയാളെ അറിയാമായിരുന്നു. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ പാർക്കുന്ന വൻപന്മാരുടെ ലിസ്റ്റിൽ, ഉന്നതന്മാരുടെ ലിസ്റ്റിൽ ശിമോൻ്റെ പേരില്ലായിരുന്നെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ലിസ്റ്റിൽ അവൻ്റെ പേരുണ്ടായിരുന്നു. ഇന്ന് രാത്രി വാഗമണ്ണിൽ ആരാധനയിൽ വചന കേൾവിക്ക് സംബന്ധിക്കുന്ന ദൈവപൈതലേ, ഇവിടുത്തെ വൻപന്മാരുടെ ലിസ്റ്റിൽ നിൻ്റെ പേരില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടെന്ന് തൻ്റെ ഇടമുള്ള ദൈവമക്കൾ കൈ ഉയർത്തി വാതുറന്ന് കരമടിച്ച് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി നമ്മൾ പഠിപ്പാൻ ആഗ്രഹിക്കുന്നത് യെരൂശലേമിലെ ശിമോന്റെ പ്രത്യേകതകളാണ്. 1, അവൻ്റെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ടായിരുന്നു. ഭാഷയിലൊരു മനുഷ്യൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് അവൻ്റെ പേരാ. നിങ്ങളും ഞാനും ഏറ്റവും അധികം എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ എൻ്റെയും പേരാ. ഒരു പേപ്പറും പേനയും കിട്ടിയാൽ പേന തെളിയുന്നോ എന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ പേരെഴുതിയ MA ചാണ്ടി, KK ഉമ്മൻ, MA പോത്തൻ എന്നൊക്കെ എഴുതി അങ്ങ് വിടും. കാരണം വല്ല ചാതിലും നമ്മുടെ പേരൊന്ന് പുറത്തായി കാണണം. ഈ ആത്മീയ ലോകത്തിലെയും ഭൗതിക ലോകത്തിലെയും സകല പരാക്രമങ്ങളുടെയും പിമ്പിലെ ഉദ്ദേശം പേര് പുറത്താകണം. പക്ഷേ ഈ കൺവെൻഷൻ 2 രാത്രി ഞങ്ങൾ പറയുന്നു, നിന്റെ പേര് പുറത്തല്ല
നിന്റെ പേര് അകത്തായി കാണണം. ജീവപുസ്തകത്തിനകത്ത് നിന്റെ പേരില്ലെങ്കിൽ ദൈവം നിന്നെ പുറത്തു തള്ളിക്കളയും. ജീവപുസ്തകത്തിനകത്ത് പേരുണ്ടോ? വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത യവനെയും തീക്കുവയിൽ തള്ളിയിടും. ജീവപുസ്തകത്തിൽ പേരുള്ള ഇന്നാർ, സ്തോത്രം, ജീവപുസ്തകത്തിൽ പേരെഴുതി എന്ന് ഉറപ്പുണ്ടോ? ഈ ചിലരുടെ പേര് റേഷൻ കാർഡിലുണ്ട്, ചിലരുടെ പേര് പള്ളി രജിസ്റ്ററിലുണ്ട്, ചിലരുടെ പേര് പഞ്ചായത്ത് രജിസ്റ്ററിലുണ്ട്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ പേര് സ്വർഗത്തിലെ രജിസ്റ്ററിലുണ്ട്. ഈ വേദപുസ്തകത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. 2 സഹോദരിമാരുടെ പേരിൽ ഒരു പട്ടണം അറിയപ്പെടുന്നു. മോളെ പെട്ടെന്ന് എടുത്ത് വായിച്ചോ. 11:1 യോഹന്നാന്റെ സുവിശേഷം 11:1 വായിച്ചേ. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാനിയയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി. കണ്ടോ, 2 പെണ്ണുങ്ങളുടെ പേരിൽ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ 2 സ്ത്രീകളുടെ പേരിൽ ഒരു ഗ്രാമം അറിയപ്പെടുകയാണ്. മാർത്തയുടെയും അവരുടെ സഹോദരി മറിയയുടെയും ഗ്രാമമായ ബെഥാനിയ. മക്കളെ, ഇതിച്ചിരി സൗണ്ട് കുറച്ചാലും വേണ്ടില്ല, ഭയങ്കര അരപ്പായത്. 2 പെണ്ണുങ്ങളുടെ പേരിൽ ഒരു ഗ്രാമം അറിയപ്പെടുകയാണ്. ഇങ്ങനെ വെച്ചെന്നാൽ മതി. അവിടുത്തെ ആണുങ്ങൾ ആരും ഇല്ലായിരുന്നോ? വേറെ ആളുകളില്ലായിരുന്നോ? ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. പക്ഷെ അവരാരും യേശുക്രിസ്തുവിനെ വീട്ടിൽ കയറ്റാതെ യേശു കർത്താവിനെ പടിക്ക് പുറത്ത് നിർത്തിയപ്പോൾ യേശുവിനെ വീട്ടിൽ കയറ്റിയ 2 സഹോദരിമാരുടെ പേര് മറന്നുപോകാതെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, യേശുവിനെ പടിക്ക് പുറത്ത് നിർത്തിയവന്റെ പേര് ഈ പുസ്തകത്തിലില്ല. നീ യേശുവിനെ സ്വീകരിച്ചെങ്കിൽ നിന്റെ പേര് ഈ പുസ്തകത്തിലുണ്ട്. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ്. ഹല്ലേലൂയ. സാധാരണ വീട്ടിൽ ആണുങ്ങളുണ്ടെങ്കിൽ ആദ്യം അവരുടെ പേരാണ് എഴുതേണ്ടത്. ഇവിടെ വീട്ടിലൊരു ആഞ്ചിറക്കനുണ്ട്, അവൻ്റെ പേരെഴുതിയത് മൂന്നാമത് എഴുതിയതും പോകട്ടെ, ലാസർ എന്നു പേരുള്ള ഒരുത്തൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി ബൈബിൾ ക്ലാസ് അവൻ കേട്ടതാ, ഒത്തിരി പ്രസംഗം കേട്ടതാ. പക്ഷെ ഇപ്പോൾ അവൻ ഒരുത്തിയായിട്ടിരിക്കുക. എന്നാൽ 12-ാം അധ്യായം 1-ാം വാക്യം ആരംഭിക്കുന്നത്, ഒരു മരണം, ഒരടക്കം, ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ലാസർ കർത്താവിന് പ്രിയനായി മാറി. 12-1 ആരംഭിക്കുന്നത് ലാസർ പാർത്ത ബെഥാനിയ. ഒത്തിരി ബൈബിൾ ക്ലാസ് 22 വർഷമായി കേട്ടിട്ടും ഒരുത്തിയായിട്ടാണ് നീ ഇരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രിയിൽ അന്യനെന്ന മേലെടുത്ത് മാറ്റി എഴുന്ന രാത്രിയായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഈ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ടെന്ന് തൻ്റെ ഇടമുള്ള ദൈവമക്കൾക്ക് പാടാൻ പറ്റിയൊരു പാട്ടുണ്ട്. ഞാനും പ്രിയ ജിൻസനോട് അത് പാടാൻ പോകുകയാണ്. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാൾ പാർത്തലേ രക്ഷപ്പെട്ടോരക്കേറെ കൂടിയാകാശേ പേർ വിളിക്കും. കൈയടിച്ച് പാടുകേ. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാ പ്രഭാത ശോഭിതത്തിനാൾ പാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണുമെൻ വരും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും എൻ വരും. ഒരിക്കൽ കൊണ്ട് പാടിക്കേ. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും എൻ വരും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും.
സുഹൃത്തുക്കളെ, അനധിവിദൂര ഭാവിയിൽ സ്വർഗത്തിലൊരു പേർവിളി നടക്കാൻ പോകുകയാണ്. യാഗം ചെയ്ത് എന്നോട് നിയമം ചെയ്ത എൻ്റെ വൃതന്മാരെ, എൻ്റെ അരികിൽ കൂടുന്നു പറയുന്ന മാത്രയിൽ ഹാബേൽ മുതൽ മരിച്ചു മൺമറഞ്ഞു പോയ സകല വിശുദ്ധന്മാരും, ഭൂമിയിൽ ജീവനോട് പാർക്കുന്ന ഭക്തന്മാരും ഭൂമിയുടെ ഗുരുത്താകണ ശക്തിയെ വെല്ലുവിളിച്ച് സ്വർഗത്തിലേക്ക് പറന്നുയരാൻ പോകുകയാണ്. പേർ വിളിക്കും നേരം എൻ്റെ പേര് കാണും, എൻ്റെ പേര് കാണും, എൻ്റെ പേര് കാണുമെന്ന് നിർണയമുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടെ ശക്തിയോട് കരമടിച്ച് ദൈവത്തെ ആരാധിക്കും. ഇന്ന് രാത്രി വരെ പേർ വിളിക്കും നേരം എൻ്റെ പേര് കാണുമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ, ഗൽഗതത്തോടും മനത്തകർച്ചയോടും ക്രൂശിൽ മരിച്ച യേശുവിനെ നോക്കി, യേശുവേ ദൈവത്തിൻ്റെ ഏകജാത, നീ എൻ്റെ പാപത്തിന് പരിഹാരമായി മരിച്ചെന്ന് വിശ്വസിക്കുന്നു. നിന്റെ പാപന രക്തത്താൽ നീ എൻ്റെ പാപം കഴുകണമേ എന്ന് ഈ രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ യേശുവിൻ്റെ രക്തം സകല പാവം പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും. ഞാൻ കഴിഞ്ഞ രാത്രി ഓർപ്പിച്ചതുപോലെ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ചിതറിത്തെറിച്ച യേശുവിന്റെ രക്തത്തിന് ഈ രാത്രിയിലും നിങ്ങളുടെ പാപം മോചിപ്പാൻ ശക്തിയുണ്ട്. ആ രക്തത്തിന്റെ ശക്തി ഈ രാത്രി ഇവിടെ വ്യാപരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ കൈ ഉയർത്തിയ ശക്തിയോടെ സ്വാഗതം. ഈ പാട്ട് എഴുതിയത് ജെയിംസൺ ബ്ലാക്ക് എന്നൊരു ഇംഗ്ലീഷ് എഴുത്തുകാരനാണ്. ഈ പാട്ട് എഴുതുവാനൊരു സാഹചര്യമുണ്ട്. ജെയിംസൺ ബ്ലാക്ക് അമേരിക്കക്കാരനാണ്. അമേരിക്കയിൽ വലിയൊരു സൺഡേ സ്കൂൾ നടത്തിക്കൊണ്ടിരുന്നു. നമ്മുടെ ഇവിടുത്തെ പോലല്ല, 100 കണക്കിന് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സൺഡേ സ്കൂൾ. ആ സൺഡേ സ്കൂളിൽ അദ്ദേഹം ഹാജർ വിളിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സൺഡേ സ്കൂളിൽ 12 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞ് വീട്ടിൽ ഒത്തിരി പ്രശ്നമുള്ള വീട്ടിൽ നിന്ന് സൺഡേ സ്കൂൾ പഠിക്കാൻ വന്നു. പല ആഴ്ചകൾ വന്നു. അവൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. എന്നാൽ ചില ആഴ്ചയായി പെൺകുട്ടിയെ കാണാനില്ലാതായി, കാണുന്നില്ല, അവൾ വന്നില്ല. കുറേ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ജെയിംസൺ ബ്ലാക്കിന് ഈ പെൺകുട്ടിയെ അന്വേഷിച്ചു പോകണമെന്ന് തോന്നി. അതേ പെൺകുട്ടിയുടെ വീട് തിരക്കി പിടിച്ച് ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഈ മകൾ ടൈഫോയിഡ് ബാധിതയായി കിടപ്പിലായിരുന്നെന്നും കുറേ ദിവസങ്ങൾ ഇങ്ങനെ കിടന്ന അവസാനവൾ ലോകത്തോട് വിട പറഞ്ഞു. നമ്മുടെ അമ്മ പറഞ്ഞു, അവൾ പലപ്പോഴും ജെയിംസൺ ബ്ലാക്കിനെ കുറിച്ച് ചോദിച്ചു, സാറിനെ അന്വേഷിച്ചു, മരിക്കാൻ നേരവും ചോദിച്ചു. ജെയിംസൺ ബ്ലാക്കിന് വലിയ സങ്കടമായി. അദ്ദേഹം തിരിച്ച് വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സൺഡേ സ്കൂളിൽ വന്ന് പതിവ് പോലെ വീണ്ടും ഹാജർ വിളിപ്പാൻ തുടങ്ങി. ഓരോ കുട്ടിയും എസ് സാർ, പ്രസന്റ് സാർ എന്ന് പറഞ്ഞിരുന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ പേര് വന്നപ്പോൾ എസ് സാർ എന്ന് പറയാൻ അവൾ അവിടെ ഇല്ലായിരുന്നു. ജെയിംസൺ ബ്ലാക്കിന് സങ്കടമായി. അദ്ദേഹം കൈത്തണ്ടയിൽ മുഖമമർത്തി കുനിഞ്ഞിരുന്നു. തൻ്റെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകി. ആ ഹാജർ ബുക്കിലേക്ക് കണ്ണുനീർ തുള്ളികൾ വീഴാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നോട് സംസാരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് പറഞ്ഞു, മകനെ, നീ പേർ വിളിച്ചപ്പോൾ അവളിവിടെ ഇല്ലായിരിക്കും, പക്ഷെ ഞാൻ പേർ വിളിക്കുമ്പോൾ അവൾ അവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് തൻ്റെ ഇടം ഉണ്ടോ? കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. ഞങ്ങളുടെ ആഗ്രഹം അതാ, പേർ വിളിക്കുമ്പോൾ അവിടെ കാണണം. സ്വർഗത്തിൽ ഉള്ള ദൈവമക്കൾക്ക് സ്വർഗത്തിലുള്ളതായ 10ഓളം കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്. ഒന്ന്, നമ്മുടെ പേര് സ്വർഗത്തിലുണ്ട്. ലൂക്കോസ് 10:20. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കാൻ സന്തോഷിപ്പീൻ. 2, നമുക്ക് പൗരത്വം സ്വർഗത്തിലുണ്ട്. നമ്മുടെ പൗരത്വമോ പറഞ്ഞാട്ട് സ്വർഗത്തിലാകുന്നു. ഫിലിപ്പിയർ 3:20. അവിടെ നമ്മുടെ രാജാവ്, നമ്മുടെ കർത്താവ് രാജാവായി വരുമെന്ന് നമ്മൾ കാത്തിരിക്കുന്നു. നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ്, അതിൽ അഭിമാനിക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ സ്വർഗീയ പൗരന്മാരുടെയാണ്. നമ്മുടെ പ്രശ്നത്തിൽ, നമ്മുടെ ഭാരത്തിൽ ഇന്ത്യ ഗവൺമെൻറ് ഇടപെട്ടില്ലെങ്കിലും സ്വർഗീയ ഗവൺമെൻറ് ഇടപെടുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. 3, നമുക്ക് പാർപ്പിട സ്വർഗത്തിലുണ്ട്. 1 കൊരിന്ത്യർ 5:1. കൂടാരമാകുന്ന ഈ ഭൗമവന വഴിഞ്ഞാലും കൈപ്പണിയല്ലാത്ത ദൈവത്തിന് ദാനമായൊരു കെട്ടിടം സ്വർഗത്തിലുണ്ട്. 5, നമുക്ക് അവകാശം. 4, നമുക്ക് അവകാശം സ്വർഗത്തിലുണ്ട്. 1 പത്രോസ് 1:5. ക്ഷയം, മാലിന്യം, വാട്ടം ഒന്നുമില്ലാത്ത നല്ലൊരവകാശം. ഒരൊറ്റ ഭൂകമ്പത്താൽ ഇതെല്ലാം ഇടിഞ്ഞു വീഴും. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ,
മനുഷ്യൻ്റെ സകല പണി ഇടിക്കാൻ ദൈവത്തിന് 2 മിനിറ്റ് മതി. 1 മിനിറ്റ് തന്നെ അധികമാണ്. 5.6 7.3 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തുന്ന ഒരൊറ്റ ഭൂചലനം വർഷങ്ങളുടെ പണിയില്ലാതാകും. എന്നാൽ ക്ഷയമില്ലാത്തൊരവകാശം നമുക്ക് സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിൽ മഹാപ്രതിഫലമുണ്ട്. ഇബ്രായർ 10:35 നമുക്ക് മഹാപ്രതിഫലമുണ്ട്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയല്ലേ. ഇന്നിവിടെ കർത്താവിൻ്റെ അഭിഷക്തൻ പറഞ്ഞല്ലോ, നമ്മളെ അപമാനിക്കുന്നവരുണ്ട്, ആക്ഷേപിക്കുന്നവരുണ്ട്, കെട്ടുതാലി പൊട്ടിച്ചവരെന്നും ഉത്തുത്തു പറയുന്നവരെന്നും കലക്കവെള്ളത്തിൽ മുക്കുന്നവരെന്നും കപ്പയും മീനും തിന്നാൻ നടക്കുന്നവരെന്നും ഒക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നവരുണ്ട്. ഇതിനെല്ലാം ഒരു പ്രതിഫലമുണ്ട്. വെറുതെ അല്ല ഈ മഞ്ഞു കൊള്ളുന്നത്, ഇതിനൊരു പ്രതിഫലം സ്വർഗത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. പിന്നെ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് സ്വർഗത്തിലുണ്ട്. എബ്രായർ 10:24 ഇവിടുത്തെ സമ്പത്തൊക്കെ പോകുന്ന. ലൂക്കോസ് 16:9 സ്നേഹിതർ നമുക്ക് സ്വർഗത്തിലുണ്ട്. സ്തോത്രം. നമുക്ക് സ്വർഗത്തിലൊരു മഹാപുരോഹിതനുണ്ട്, സ്വർഗത്തിൽ കാര്യസ്ഥനുണ്ട്. 10 സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. സ്വർഗത്തിൽ നമുക്കൊരു പിതാവുണ്ട്. ഉണ്ടെന്ന് ഉറപ്പുണ്ടോ? 2 സ്നേഹിതർ ഒന്നിച്ച് പഠിച്ചു, ഒന്നിച്ച് വളർന്നു. 2 പേരും ഒന്നിച്ച് സ്കൂൾ ഫൈനൽ പാസ്സായി. ഒരാൾ ഒരു വ്യവസായിയായി മാറി, ബിസിനസ്സുകാരനായി മാറി. മറ്റേയാൾ ഒരു സുവിശേഷകനായി മാറി. അയാൾ ദേശദേശാന്തരങ്ങളിൽ സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പ്രസംഗിച്ച് തൻ്റെ പഴയ കൂട്ടുകാരൻ പാർക്കുന്ന സ്ഥലത്ത് ഈ സുവിശേഷകനെത്തി. തൻ്റെ പഴയ സ്നേഹിതൻ തൻ്റെ നാട്ടിൽ വരുന്നെന്നറിഞ്ഞ് ഈ ബിസിനസ്സുകാരൻ ഒരു രാത്രി എന്നോടൊപ്പം പാർക്കണമെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ ക്ഷണിച്ചു. ഇദ്ദേഹം ക്ഷണം സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ആ രാത്രി പാർത്തു. കൊട്ടാര സദൃശമായി വീട്ടിൽ ആ രാത്രി ഉറങ്ങി. രാവിലെ പോകാൻ നേരം ഇദ്ദേഹം വീടിൻ്റെ മട്ടുപ്പാവിൽ നിന്ന് ഈ വ്യവസായി കോടീശ്വരൻ തൻ്റെ വസ്തുവകൾ കാണിക്കാൻ തുടങ്ങി. നേരെ തെക്കോട്ട് കൈ ചൂണ്ടി പറഞ്ഞു, നോക്കൂ, ആ കാണുന്ന ഗോതമ്പ് വയലെല്ലാം എൻ്റേതാണ്. നേരെ വടക്കോട്ട് കൈ ചൂണ്ടി പറഞ്ഞു, കാണൂ, ആ കാണുന്ന മുന്തിരിത്തോപ്പ് മുഴുവൻ എൻ്റെ വകയാണ്. നേരെ പടിഞ്ഞാറോട്ട് കൈ ചൂണ്ടി പറഞ്ഞു, ആ കാണുന്ന ആപ്പിൾ തോട്ടം മുഴുവൻ എൻ്റെ വകയാണ്. നേരെ കിഴക്കോട്ട് കൈ ചൂണ്ടി പറഞ്ഞു, ആ കാണുന്ന മുന്തിരിത്തോപ്പുകൾ മുഴുവൻ എൻ്റെ വകയാണ്. കിഴക്കോട്ട് കൈ ചൂണ്ടി, പടിഞ്ഞാറോട്ട് കൈ ചൂണ്ടി, തെക്കോട്ട് കൈ ചൂണ്ടി, ഇതെല്ലാം എൻ്റെ വകയാണെന്ന് പറഞ്ഞപ്പോൾ ഒരായുസ് മുഴുവൻ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിയിട്ടും കാര്യമായി സമ്പത്തൊന്നുമില്ലാത്ത ദൈവദാസൻ അല്പനേരം മൗനമായി നിന്നു. അതിനുശേഷം അദ്ദേഹം നേരെ മുകളിലോട്ട് കൈ ചൂണ്ടി. അദ്ദേഹം ചോദിച്ചു, സ്നേഹിത, നിനക്ക് വടക്കുണ്ട്, നിനക്ക് തെക്കുണ്ട്, നിനക്ക് പടിഞ്ഞാറുണ്ട്, നിനക്ക് കിഴക്കുണ്ട്, ഉയരത്തി വല്ലതും ഉണ്ടോ? അവൻ നോക്കിയിട്ട് പറഞ്ഞു, എനിക്കവിടെ ശൂന്യാകാശം ഉണ്ടെന്ന്. ഈ ദൈവത്തിൻ്റെ അഭിഷേകം പറഞ്ഞു, എനിക്ക് വടക്കൊന്നുമില്ല, എനിക്ക് തെക്കൊന്നുമില്ല, എനിക്ക് കിഴക്കൊന്നുമില്ല, എനിക്ക് പടിഞ്ഞാറൊന്നുമില്ല, എന്നാൽ ഉയരത്തിൽ എൻ്റെ ദൈവം ചിലത് എനിക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. എത്ര പേർക്ക് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയും? വാഗമൺ ദേശനിവാസിയെ, ഈ വാഗമൺ മല മുഴുവൻ നിങ്ങളുടെ പേരിൽ ഒരാൾ തീരാധാരമായി എഴുതി തന്നാലും ഇന്ന് രാത്രി പ്രാണനെ വിട്ടാൽ പറന്നുപോയി വിശ്രമിപ്പാൻ ഒരിടം നിങ്ങൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫോഷനാണ് നിങ്ങൾ. 2 സെന്റ് സ്ഥലം സ്വന്തമായില്ലെങ്കിലും ഈ രാത്രി പ്രാണനെ വിട്ടാൽ ഞാൻ എൻ്റെ യേശുവിനോടൊപ്പമായിരിക്കുമെന്ന് പറയാൻ ഉറപ്പുള്ള ദൈവവൈതൽ നിന്നേക്കാൾ ഭാഗ്യവാനാണ്. കാരണം കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. വേദപുസ്തകം പറയുന്നു, നൊടി നേരത്തേക്കുള്ള ലഘുവായ സങ്കടം തേജസ്സിൻ്റെ അത്യന്ത ഘനം ലഭിപ്പാൻ കാരണമാകുന്നു. ഇവിടുത്തെ ആയുസ് 70, ഏറെയായാൽ 80. അതിൻ്റെ പ്രതാപം ദുഃഖവും കഷ്ടവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, ഈ ആയുസിൽ മാത്രം നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ നമ്മൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. പ്രൈസ് ദ ലോർഡ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ
ഈ കാലത്തിലെ കഷ്ടങ്ങൾ പറഞ്ഞാട്ടെ മുഖത്തോട്ട് നോക്കി, അടുത്തടുത്തിരിക്കുന്ന ആടെ കൈയൊന്ന് പിടിച്ച് പറ സാരമില്ലെന്ന്. മുഖത്ത് നോക്കി ചിരിച്ചോണ്ട് പറ സാരമില്ലെന്ന് പറ. സാരമില്ല മുഖത്ത് നോക്കിയൊന്ന് പറ. അത് കേൾക്കാനിരിക്കാവരുന്ന്. കൈയൊന്ന് അടിച്ച് ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ സാരമില്ല. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അതുകൊണ്ട് ദൈവമക്കളെ, അവിടെ ചിലത് വേണം, ഉയരത്തിൽ ചിലത് വേണം. ഒന്ന്, ശിമോന്റെ പേര് ജീവപുസ്തകത്തിലുണ്ടായിരുന്നു. അവൻ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവനായിരുന്നു. 2, അവൻ നീതിമാനായിരുന്നു. 3, അവൻ യെരൂശലേമിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനായിരുന്നു. 4, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ഞാൻ ഈ 2-ാം രാത്രിയിൽ എന്ത് പ്രസംഗിക്കണമെന്ന് പരിശുദ്ധാത്മാവോട് ചോദിച്ചപ്പം പരിശുദ്ധാത്മാവ് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിക്കുക. ഞാൻ ആ കർത്താവിൻ്റെ ദാസൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ ആദ്യം പ്രാർത്ഥിച്ചവിടെ? ആദ്യം പ്രാർത്ഥിച്ചു തുടങ്ങിയ ദൈവദാസനല്ലേ? കർത്താവിൻ്റെ ദാസൻ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇന്ന് ഇവിടെ പ്രസംഗിക്കണം. ഞാൻ പ്രസംഗിക്കാൻ പോവാ, നിങ്ങൾ കേൾക്കാൻ പോവാ മാത്രമല്ല, ചിലരുന്ന രാത്രി പരിശുദ്ധാത്മാവിനാൽ നിറയാൻ പോവാ. റെഡിയായിട്ടിരുന്നോണം. ഇച്ചിരി കൂടെ വോളിയം വെച്ച്, ഇച്ചിരി കൂടെ റെഡിയായിട്ടിരുന്നോണം. ഒന്നുകൂടെ സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞേ. എന്താണ് പരിശുദ്ധാത്മാവ്? ആരാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത്? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവം നമ്മുടെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് സാക്ഷ്യം വഹിപ്പാൻ പെന്തക്കോസ്തിൻ്റെ ആദ്യകാല പിതാക്കന്മാർ ഇറങ്ങിയപ്പോൾ അന്നത്തെ വലിയ നേതാക്കന്മാരെഴുതി, ഈ പുതുമഴയൊക്കെ പെയ്യുമ്പോൾ ഒത്തിരി തകരകൾ മുളച്ചു വരും. അതുപോലെ മുളച്ചു വന്നതാണ് ഈ പെന്തക്കോസ്. നല്ല വെയിൽ കിട്ടുമ്പം ഇതെല്ലാം വാടുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഞാൻ പറയാം, ഇവരെല്ലാം കടന്നുപോയി, നേതാക്കന്മാരും കടന്നുപോയി, പക്ഷെ പെന്തക്കോസ് ഇതുവരെ കടന്നുപോയിട്ടില്ല. ഈ വാഗമണ്ണിൻ്റെ മണ്ണിലും പെന്തക്കോസിൻ്റെ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ് കടന്നു പോകാൻ പോകുന്നില്ല. ഇത് ഇവിടുത്തെ ആരുടെയും വകയല്ല, ഇത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വകയാണ്. ഒന്ന് കൈയടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച ദൈവമക്കളെ, ഈ പെന്തക്കോസിനെ കളിയാക്കിയവരൊക്കെ, അല്ലെ അഭിഷേകത്തെ കളിയാക്കിയവരൊക്കെ, ഇത് ഇച്ചിരി സമയമെടുത്ത് പ്രസംഗിക്കേണ്ടതാ. അന്യഭാഷ കളിയാക്കിയവരൊക്കെ, സ്തോത്രം, അന്ന് പരിശുദ്ധാത്മാവിൽ ആരാധിച്ചവരെ നോക്കി ഇതൊരു തരം ഞരമ്പ് രോഗമാണെന്ന് പറഞ്ഞു. എന്താ ഞരമ്പ് രോഗം? നമ്മൾ ഈ അന്യഭാഷ പറഞ്ഞവർ കേട്ടുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ഇത് പറയുന്നത്. ഇതൊരു തരം, അപ്പം അന്ന് ഇത് ഞരമ്പ് രോഗമാണെന്ന് പറഞ്ഞവർ ഞങ്ങൾക്കും ഈ ഞരമ്പ് രോഗം വേണമെന്ന് പറഞ്ഞു നടക്കുക. ഇപ്പോൾ സ്തോത്രമല്ലേ? ഈ ഹല്ലേലൂയായെയും സ്തോത്രത്തെയൊക്കെ കളിയാക്കിയവന് ഹല്ലേലൂയാന്ന് പറഞ്ഞങ്ങ് തുടങ്ങിയാൽ പിന്നെ നിർത്തുന്ന പരിപാടിയില്ല. ഈ മൂവാറ്റുപുഴ പെരുമ്പാവൂർ ജിൻസനോട് ചോദിച്ചറിയാം, എറണാകുളത്തെ കാരിസ്മാറ്റിക് യോഗത്തിന് അങ്ങോട്ട് പൊക്കി നിന്ന് ഹല്ലേലൂയ പറയാൻ തുടങ്ങിയാൽ നിർത്തില്ല. പിന്നെ ഒരു കാര്യം, അവർ ഹല്ലേലൂയ പറയാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഹല്ലേലൂയ പമ്പ കടന്നു. നമ്മുടെ ഇരിപ്പ് കണ്ടില്ല, ഞാൻ പറയണ ഒരു സ്തോത്രം പറയണേ. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഹല്ലേലൂയയെ കളിയാക്കുന്നവനെ കൊണ്ട് ദൈവം ഒത്തിരി ഹല്ലേലൂയ പറയിക്കും. സ്തോത്രത്തെ കളിയാക്കുന്നതിനെ കൊണ്ട് ദൈവം ഒത്തിരി സ്തോത്രം പറയിക്കും. ഈ ചിലർ പ്രസംഗിക്കുമ്പം കേട്ടിട്ടില്ലേ, സ്ഥാനത്തും അസ്ഥാനത്തും സ്തോത്രം പറയും. ഞാൻ ഗ്ലോറി, എൻ്റെ ഭാര്യ ഗ്ലോറി ടു ഗോഡ്, എൻ്റെ ഭാര്യയുടെ പേര് സാലി എന്നാണ്, ഇതൊക്കെ പറഞ്ഞു കേട്ടില്ലേ? അപ്പോൾ ഓർത്തോടെ ഈ പുള്ളി പണ്ട് സ്തോത്രത്തെ ഒത്തിരി കളിയാക്കിയതാണ്. ഞാനൊരു കാര്യം പറയാം, യോഗം മുടക്കിയെ കൊണ്ട് യോഗം നടത്തിക്കുകയും അതിൻ്റെ കാശ് അവനെ കൊണ്ട് തന്നെ മുടക്കിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. ഈ ദൈവദാസൻ ഈ വേലയുടെ ആരംഭം പറഞ്ഞെനിക്ക് ഞാൻ പലയിടത്തും ഇത് പറയും. പാട്ടകൊട്ടിയെ കൊണ്ട് തമ്പേറ് കൊട്ടിക്കുന്നവനാ നമ്മുടെ ദൈവം. നമ്മുടെ പിതാക്കന്മാർ സുവിശേഷം പ്രസംഗിച്ചപ്പം ചിലരൊക്കെ പാട്ട കൊട്ടി. അവർ വിചാരിച്ച കൊട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഇട്ടേച്ച് പോകുന്ന, കൊട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഉണർവ് കൂടുകയില്ല.
ഈ പാട്ട കൊട്ടിയവൻ്റെ എല്ലാം തോളി നമ്മൾ തമ്പേറിട്ട് കൊടുത്തു. കൊട്ടടാന്ന് പറഞ്ഞു. പാട്ട കൊട്ടിയവനൊക്കെ വന്നിട്ട് തമ്പേർ കൊട്ടാൻ തുടങ്ങി. ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പം ആ പരിപാടിയില്ല, പണ്ടൊക്കെ ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് ഇത്രയും നല്ല സിസ്റ്റമോ എന്തോ നല്ല സിസ്റ്റമായി വെച്ചേക്കുന്നത് കണ്ടോ. നിരത്തി ഒന്നുമില്ല, ജനറേറ്ററൊന്നുമില്ല, കറണ്ട് പോയാൽ പണി പോയി. ഞാനൊക്കെ നിൽക്കുന്നത് മൈക്കിൻ്റെ പച്ചയിലും നിങ്ങളുടെ സ്വോത്രത്തിലുമാണ്, പിന്നെ ചൂടുവെള്ളത്തിൻ്റെ ശക്തിയിൽ. അപ്പം ഞാൻ കൊട്ടാരക്കരയ്ക്കടുത്ത് പ്രസംഗിക്കാൻ പോയി. അന്ന് അങ്ങനത്തെ ആളുകളുണ്ട്. പ്രസംഗം അങ്ങോട്ട് ആരംഭിച്ചു. ഞാൻ സ്റ്റേജിലോട്ട് കയറിയപ്പോൾ ഒരുത്തൻ പോസ്റ്റേലോട്ട് വലിഞ്ഞു കയറി, ഇലക്ട്രിക് പോസ്റ്റേ. അവൻ ഫീസ് കൂടി, കറണ്ട് കട്ടായി, ഇരുട്ടായി. എങ്ങാണ്ടൊന്നൊരു അച്ചായനന്ന് പെട്രോമാക്സാ കൊണ്ടടിച്ച് നടുവിൽ കെട്ടി തൂക്കി. അന്നോട് കറണ്ടില്ല. അവിടെ കൂടെ പോയാൽ അച്ചായൻ വന്ന് ജീപ്പിൻ്റെ, അവിടെ ബാറ്ററിയും ഇല്ല, ജീപ്പിൻ്റെ കണക്ഷൻ തന്നു, മൈക്ക് കൈ കിട്ടി. ഞാൻ പറഞ്ഞു, ഇന്ന് പോസ്റ്റേ കയറിയവനെ നോക്കി ദൈവം ചിരിക്കുന്നു. ബൈബിളൊരു വാക്യമുണ്ട്, ദൈവം അവരെ നോക്കി. ഇന്ന് പോസ്റ്റേ കയറിയവനെ നോക്കി ദൈവം ചിരിക്കുന്നു. കൊള്ളാം 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 കൊള്ളാം, അടുത്ത കൺവെൻഷന് മൈക്ക് വെച്ച് കയറ്റാൻ ഇവനെ കൊള്ളാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാൻ പിന്നെ പറഞ്ഞു, സുവിശേഷ യോഗം നടക്കുമ്പോൾ ആരും പോസ്റ്റേ കയറരുത്, ദൈവം നിന്നെ നോക്കി ചിരിക്കും. കൊള്ളാം കൊള്ളാം, മൈക്ക് കെട്ടാൻ നിന്നെ കൊള്ളാം, ദൈവം കൊള്ളാം എന്ന് പറഞ്ഞാൽ അടുത്ത ബ്ലസ് മാഗമണ്ണിന് മൈക്ക് കെട്ടാൻ നിന്നെ ഞങ്ങളുടെ ദൈവം തന്നിരിക്കും. ഹല്ലേലൂയ. സുവിശേഷ യോഗം നടക്കുമ്പോൾ ആരും പൂക്ക് വിളിക്കരുത്, നിന്നെ നോക്കി ദൈവം ചിരിക്കും. കൊള്ളാം 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 കൊള്ളാം, ഉറക്കെ ഹല്ലേലൂയ പറയാം, നിന്നെ കൊള്ളാം, ദൈവം കൊള്ളാമെന്ന് പറഞ്ഞാൽ അടുത്ത കൺവെൻഷന് ഹല്ലേലൂയ പറയാൻ നീ ഇവിടെ കാണും. ഒന്ന് ശക്തിയോടെ കൈകൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ദൈവമക്കളെ, കരം അടിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ശബ്ദപരിധിക്കുള്ളിൽ സുവിശേഷത്തെ എതിർക്കുന്നവനെ യേശുവിന് വേണ്ടി ഞങ്ങൾ അവകാശം പറയുകയാണ്. ശക്തിയോടെ ആരാധിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ഇത് ഞരമ്പ് രോഗമാണെന്ന് പറഞ്ഞവരൊക്കെ ഇന്ന് കാത്തിരുന്ന് പ്രാപിക്കാനിരിക്കുക. എന്താണ് പരിശുദ്ധാത്മാവ്? പുറത്ത് കേൾക്കുന്നവരും ഇതൊക്കെ എന്തായി ചെലമ്പല് എന്നൊക്കെ കേൾക്കണ്ടേ. എന്താണ് പരിശുദ്ധാത്മാവ്? 3 കാലഘട്ടങ്ങളിലായി ദൈവം മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ തൃത്വത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. പഴയ നിയമം പിതാവാം ദൈവത്തിൻ്റെ യുഗമായിരുന്നെങ്കിൽ സുവിശേഷ കാലയളവ് പുത്രൻ തമ്പുരാന്റെ യുഗവും ഈ സഭാ കാലഘട്ടം പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണ്. പഴയ നിയമത്തിൽ ഗോഡ് ഫോർ അസ് എന്ന് നമ്മൾ വായിക്കുന്നു, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എന്നാൽ സുവിശേഷത്തിൽ അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. പഴയ നിയമം ഗോഡ് ഫോർ അസ് ആയിരുന്നെങ്കിൽ പുതിയ നിയമം ഗോഡ് വിത്ത് അസ് ആയി, ദൈവം നമ്മോടുകൂടെ. എന്നാൽ ഈ സഭായുഗത്തിൽ ഗോഡ് ഫോർ അസ് അല്ല, ഗോഡ് വിത്ത് അസ് അല്ല. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ഗോഡ് ഇൻ us. തൃത്വത്തിൽ മൂന്നാമനായവൻ നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. അതത്രേ പരിശുദ്ധാത്മാഭിഷേകം. ഒന്ന് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാ. ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. തമിഴിൽ എന്താ പറയുന്നത് ദൈവത്തിന്? ആണ്ടവനോ? ആണ്ടവർ. ആണ്ടവർ നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. ദൈവം ഇറങ്ങി വന്നാൽ എന്നാ സംഭവിക്കും? എന്നാ സംഭവിക്കും? 114 സങ്കീർത്തനം 14 വാക്യം. സീനായി പർവ്വതത്തിൽ ദൈവം തമ്പുരാൻ ഇറങ്ങിയപ്പോൾ എന്താ സംഭവിച്ചേ? മോളെ ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. 114 സങ്കീർത്തനം 14 വാക്യം. പർവ്വതം മുട്ടാടിനെ പോലെയും, പർവ്വതങ്ങൾ മുട്ടാടുകളെ 4 വാക്യം. പർവ്വതം മുട്ടാടുകളെ പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളി. കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളി. വായിച്ചോ. സമുദ്രമേ നീ ഓടുന്നത്, സമുദ്രമേ നീ ഓടുന്നത്, യോർദാനെ നീ പിൻവാങ്ങുന്നത്, യോർദാനെ നീ പിൻവാങ്ങുന്നത്. പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും, പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും, കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളുന്നത്. അപ്പൊ പർവ്വതത്തിൽ ദൈവം തമ്പുരാൻ ഇറങ്ങിയപ്പോ പർവ്വതം കുഞ്ഞാടുകളെ പോലെ തുള്ളി, മുട്ടാടുകളെ പോലെ തുള്ളി. ഇങ്ങോട്ട് നോക്കിയേ. പർവ്വതത്തിൽ ദൈവം തമ്പുരാൻ ഇറങ്ങിയപ്പം പർവ്വതം തുള്ളിയെങ്കിൽ
47.25 കിലോ ഇല്ലാത്ത ഞങ്ങളുടെ മേൽ തമ്പുരാൻ ഇറങ്ങുമ്പം ഞങ്ങൾ തുള്ളുന്നതിന് എന്നാ അതിശയം. ഞങ്ങൾ തുള്ളുകല്ല, ഞങ്ങളെ തുള്ളിക്കുക. ഒന്ന് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 57.25 കിലോ എൻ്റെതാന്നിരിക്കട്ടെ, നിങ്ങൾ 110 കിലോ ഉണ്ടെങ്കിലും ഇന്ന് രാത്രി അത്യന്ത ശക്തി നിങ്ങളുടെ മൺകൂടാരത്തിൽ വ്യാപരിക്കുമ്പോൾ നിങ്ങൾക്കിവിടെ അടങ്ങിയിരിക്കാൻ കഴിയില്ല. നിങ്ങൾ അറിയാതെ കുലുങ്ങാൻ തുടങ്ങും. ശബ്ദം ഞാൻ ഐറ്റം എടുക്കുമ്പോൾ നിങ്ങൾ കുറയ്ക്കല്ലേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ പലർക്കും മനസ്സിലാകാത്ത ഞങ്ങളുടെ ഈ തുള്ളലാണ്. ഞങ്ങൾ തുള്ളുകയല്ല, തുള്ളിക്കുകയാണ്. 200 ടൺ കേബ് ഭാരമുള്ള കൂറ്റൻ ജനറേറ്റർ, ഭയങ്കര നട്ടും ബോൾട്ടും ഒക്കെ ഇട്ട് മുറുക്കി ക്രെയിൻ കൊണ്ടാണ് ഇതിനെ പൊക്കി വെക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയിരി. ജനറേറ്റർ, ട്രാൻസ്ഫോമർ. പക്ഷെ ഈ ട്രാൻസ്ഫോമറിലൂടെ കറണ്ട് അങ്ങോട്ട് വ്യാപിപ്പിക്കുമ്പോൾ 20-40 ടൺ കേബ് ഭാരമുള്ള ട്രാൻസ്ഫോമർ അവിടെ ഇരുന്ന് പറഞ്ഞ് ഞരങ്ങുന്നത് കേൾക്കാം. ട്രാൻസ്ഫോമറെ നീ എന്തിനായിരുന്നു മൂളുന്നതെന്ന് ചോദിച്ചാൽ അവൻ പറയും, എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിക്ക് യോട് ശക്തി വ്യാപരിക്കുന്നു, എനിക്കത് താങ്ങാൻ കഴിയുന്നില്ല. രാത്രി ഞങ്ങൾ പറയട്ടെ, ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നത് അത്യന്ത ശക്തിയാണ്. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. സൂപ്പർ നാച്ചുറൽ പവറാണ്. ഇത് ഞങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കുമ്പോൾ ഞങ്ങൾക്കിത് താങ്ങാൻ കഴിയുന്നില്ല. ഞങ്ങൾ അറിയാതെ വിറച്ചു പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട് ദൈവമക്കളെ. 12 വർഷം വൈദ്യന്മാരാർ ഏറിയൊന്ന് സഹിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാണ്. രക്തസ്രാവക്കാരിയായ സഹോദരി 12 വർഷം വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചവൾ. മോശയിക ന്യായപ്രമാണം അനുസരിച്ച് അവൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. പുറത്തിറങ്ങിയാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലും. പുറത്തിറങ്ങരുതെന്ന. പക്ഷെ അന്ന് അവൾ ഒരു തീരുമാനമെടുത്തു, എന്തു വന്നാലും യേശുവിൻ്റെ യോഗത്തിന് ഞാൻ പോകും. യേശുവിൻ്റെ യോഗത്തിന് പോകുമെന്ന് മാത്രമല്ല, യേശുവിനെ ഞാൻ തൊടും. ഇന്ന് രാത്രി കൺവെൻഷൻ്റെ 2ാം രാത്രിയിൽ ദൈവദാസന്മാരെ കാണാനല്ല, പ്രസംഗികനെ കാണാനല്ല, യേശുവിനെ തൊടാൻ എത്ര പേർ വന്നിട്ടുണ്ട്? യേശുവിനെ തൊടാൻ ഇന്ന് രാത്രി എത്ര പേർ വന്നിട്ടുണ്ട്? യേശുവിനെ തൊടാൻ എത്ര പേർ വന്നിട്ടുണ്ട്? ശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നു, അവൾ പുരുഷാരത്തെ പകഞ്ഞു മാറ്റി യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ നിന്ന് തൊട്ട മാത്രയിൽ ഇടിമന കണക്ക് അവൾക്ക് ദൈവശക്തി വ്യാപരിച്ചു. സ്പർശന മാത്രയിൽ ഒരശുദ്ധ വിശുദ്ധയായി, ഒരു രോഗിണി പരിപൂർണ സൗഖ്യമുള്ളവളായി തീർന്നു. അവൾ വിറച്ചുകൊണ്ട് നിന്നു. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, യേശുവിനെ തൊട്ടാൽ സൗഖ്യമാ, യേശുവിനെ തൊട്ടാൽ വിടുതല, യേശുവിനെ തൊട്ടാൽ സൗഖ്യമാ, യേശുവിനെ തൊട്ടാൽ വിടുതലാ. ഇന്ന് രാത്രി എത്ര പേർ യേശുവിനെ തൊടാൻ ഇവിടെ വന്നിട്ടുണ്ട്? യേശുവിന്റെ കരം ഈ രാത്രി നിന്നെ തൊടുന്ന രാത്രിയാണ്. ഈ പന്തലിന്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ യേശുവിന്റെ നാമത്തിൽ ശക്തി വ്യാപരിക്കട്ടെ. കൈകളടിച്ച് അല്പസമയം ശക്തിയോട് ദൈവത്തെ ആരാധിച്ചാട്ട്. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അടങ്ങിയിരിക്കരുത്. നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മേൽ ഈ ശക്തി വ്യാപരിക്കട്ടെ. എല്ലാവരും ശക്തിയോടെ ആരാധിച്ച. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇലക്ട്രിസിറ്റി വ്യാപരിക്കുന്ന ഈ കേബിൾ ഇൻസുലേഷൻ ഉള്ളിടത്തോളം എടുത്ത് തോളയിലിട്ടാലും കുഴപ്പമില്ല. കണ്ടോ ഞാൻ ഇട്ടേക്കുന്നത്? പക്ഷെ ഇൻസുലേഷൻ മാറി തൊട്ട് നോക്കണം. ആരും തൊടരുത്, തൊട്ട് നോക്കണം, വിവരം അറിയും. ഞാനൊരിക്കൽ ഇതുപോലെ വലിയ യോഗത്തിന് പ്രസംഗിക്കണം. വലിയ യോഗമാണ്, അപ്പോൾ ഭയങ്കര ശക്തമായ ജനറേറ്റർ. പക്ഷെ ആ മൈക്രോഫോണിൽ ഇങ്ങനെ എർത്തുണ്ടായിരുന്നു.
ഒന്നാമത് ഈ പ്രസംഗിക്കുമ്പോൾ നനഞ്ഞൊക്കെയല്ലേ, ഞാൻ തൊടുമ്പം ഇടത്തൊടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ സൂത്രത്തിലൊരു സ്വോത്രമൊക്കെ പറഞ്ഞ് ഞാൻ വെട്ടിച്ചു, പലവട്ടം വെട്ടിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി ഇനി ഒക്കത്തില്ലെന്ന്. എൻ്റെ പുറകെ ഇരുന്ന ദൈവദാസന്മാരറിഞ്ഞില്ല, എൻ്റെ മുമ്പിൽ ഇരുന്ന ജനം അറിഞ്ഞില്ല. പക്ഷെ ഞാനൊന്നറിഞ്ഞു, എൻ്റെ മേൽ ശക്തി ആവരിച്ചു. തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും അടുത്തുകൂടാച്ച് വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ നസ്രയനായ യേശു ഈ കൺവെൻഷൻ്റെ നടുവിലൂടെ ഇന്ന് രാത്രി ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. ഓ ക്ഷമ റഖോനി ഹംദന, നീ വിശ്വാസത്തിൻ്റെ കരങ്ങൾ നീട്ടി അവനെ തൊട്ടാൽ നിന്റെ അടുത്തിരിക്കുന്ന സഹോദരി അറിയത്തില്ല, നിന്റെ മേൽ വിടുതൽ വ്യാപരിക്കും. നിന്റെ അടുത്തിരിക്കുന്ന സഹോദരൻ അറിയത്തില്ല, നിന്റെ മേൽ സൗഖ്യം വ്യാപരിക്കും. കൈകൾ അടിച്ച് അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഈ രാത്രി നീ പറയും, ഒരു കരമെന്നെ തൊട്ടു. ഓ ഹോ ഷമ റഖന, ഒരു കരമെന്നെ തൊട്ടു. ഇത് രാത്രി ഒരു കരമെന്നെ തൊട്ടെന്ന് പറയത്തക്കവണ്ണം ഈ രാത്രി വിടുതലിൻ്റെ, സൗഖ്യത്തിൻ്റെ, ശക്തിയുടെ, ആത്മവ്യാപാരത്തിൻ്റെ ദൈവപ്രവൃത്തിയും ഇവിടെ വ്യാപരിക്കുന്നു. എല്ലാവരും ശക്തിയോടെ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചാണ് ദൈവമക്കളെ. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള നമ്മുടെ തലമുറയുടെ തെറ്റിദ്ധാരണകൾ മാറണം. ഇത് പഠിപ്പിക്കണം നമ്മുടെ തലമുറയെ. അവിടെ എഴുതിയിരിക്കുന്നൊരു പദം, അവൾ വിറച്ചുകൊണ്ട് നിന്നെന്ന. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൾ വിറച്ചുകൊണ്ട് നിന്നു. എപ്പോഴാ? കർത്താവിനെ തൊട്ടപ്പം. ഞാൻ ഒരിക്കലും എൻ്റെ കർത്താവിൻ്റെ ചോദിച്ചു, കർത്താവേ അവൾ വിറയ്ക്കാൻ കാര്യം എന്താ? ഇങ്ങോട്ട് നോക്ക്. കർത്താവിനോട് പറഞ്ഞു, മോനെ അവളെന്നെ തൊട്ടപ്പം അവളിൽ, ഇപ്പം ക്ലിയറാ, ഇങ്ങനെ അങ്ങ് വെച്ച് തന്നാൽ മതി, തൊടാതെ ഇരുന്നാൽ മതി, ഇപ്പം ക്ലിയറാ, ഇങ്ങനെ അങ്ങ് പോട്ടെ. അവളെന്നെ തൊട്ടപ്പോൾ അവളിൽ വ്യാപരിച്ചത് ഡുനാമീസ് ആയിരുന്നു. ഡുനാമീസ് എന്ന പദത്തിൽ നിന്നാണ് ഡൈനാമിറ്റ് എന്ന പദമുണ്ടായത്. അവളെന്നെ തൊട്ടപ്പോൾ അവളിൽ വ്യാപരിച്ചത് ഡൈനാമിറ്റിനെ കവിയുന്ന ശക്തിയായിരുന്നു. ആ ശക്തി അവളിൽ വ്യാപരിച്ചപ്പോൾ അവിടെ മൺകൂടാരത്തിന് അത് താങ്ങാൻ കഴിഞ്ഞില്ല, അവൾ വറച്ചുപോയി. ഇന്ന് രാത്രി ആ ശക്തി ഇവിടെയും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. രോഗം സൗഖ്യമാക്കുന്ന ശക്തി, ഓ ക്ഷമ റഖന, അന്ധകാരത്തിൽ വിടുവിക്കുന്ന ശക്തി, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നു. ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവശക്തി അത്ഭുതങ്ങളുടെ ശക്തിയാ, വിടുതലിന്റെ ശക്തിയാ. ക്ഷമ റഗന സംധന. ഹല്ലേലൂയ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് ഹോവയുടെ അരുളപ്പാട്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ഹോവയുടെ ആത്മാവിനാൽ അത്രയെന്ന് ഹോവയുടെ അരുളപ്പാട്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലത്തെ ചവിട്ടുവാൻ അധികാരം തന്ന നാസറയനായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ വിടുതൽ വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. ഞാൻ കൂടെ പറയാറുണ്ട്, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിനാൽ പലർക്കും പല ഗുണമുണ്ടായി. യേശു ക്രൂശിക്കപ്പെട്ടതിനാൽ യഹൂദന്മാർക്കൊരു ബറബാസിനെ കിട്ടി, യൂദായിക്ക് 30 വെള്ളിക്കാശ് കിട്ടി, പടയാളികൾക്ക് പഴയ അങ്കി കിട്ടി. നമ്മുടെ നാട്ടിൽ ചിലർക്ക് ആണ്ടിലാണ്ടിൽ ഒരു ദുഃഖവെള്ളിയും ഉയർപ്പു ഞായറും കിട്ടി. എന്നാൽ യേശു ക്രൂശിക്കപ്പെട്ടതിനാൽ നമുക്ക് സൗജന്യമായി രക്ഷ കിട്ടി, നമുക്ക് നിത്യജീവൻ കിട്ടി, നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തി കിട്ടി.
എന്താണ് ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തി? കയ്യിൽ ആയുധമായി കാവൽ നിന്ന കാവൽക്കാരന്റെ കാൽമുട്ടുകളെ വിറകൊള്ളിച്ച ശക്തിയാണിത്. നിർജീവ ശരീരത്തിന്മേൽ ജീവൻ വ്യാപരിപ്പിച്ച ശക്തിയാണിത്. റോമ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര തകർത്ത ശക്തിയാണിത്. സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ ഭിക്ഷ തണ്ടാൻ കൊണ്ടിരുത്തിയ ഭിക്ഷക്കാരന്റെ ഞാടി ഞരമ്പുകളിൽ ദൈവശക്തി വ്യാപരിപ്പിച്ച് അവനെ ചാടി എഴുന്നേൽപ്പിച്ച ശക്തിയാണിത്. ആ ശക്തി ഇന്ന് രാത്രി ഇവിടെയും വ്യാപരിക്കുന്നു. എല്ലാവരും ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമാ. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവിന്റെ ദാസനോട് ഞാൻ പറയും, എത്ര ദിവസമായി തുടങ്ങിയിട്ടെന്നറിയാമോ? നാളെ രാത്രി കൊട്ടാരക്കര വാളകത്താണ് പ്രസംഗിക്കേണ്ടത്. മറ്റേനാളും ഉണ്ട്, ഇന്നലെയും മിനിയാന്നും എല്ലാം ഉണ്ടായിരുന്നു. അടുത്തിരിക്കുന്ന ദൈവദാസന്മാരോടൊരു പ്രൈസ്തലോട് പറയാൻ പോലും ശബ്ദമില്ലാതെ കയറി നിൽക്കുന്നേ. പക്ഷേ യോഗം തീരും മുമ്പ് എവിടെ നിന്നോ ശക്തി വരും. അതാണ് പവർ ഫ്രം ഹൈ, ഉയരത്തിലെ ശക്തി. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ആരാണ് തരുന്നത്? ഇപ്പം മനസ്സിലായോ? കുലുങ്ങല്ല നമ്മളെ കുലുക്കുക, തുള്ളുകല്ല നമ്മളെ തുള്ളിക്കുക. ഈ ചോറൊക്കെ വെക്കുന്നത് നിങ്ങൾക്കറിയാം. അടപ്പേൽ പാത്രം വെച്ചിട്ട് ചോറും അതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് അടി തീ അങ്ങോട്ട് കത്തിച്ച് കഴിയുമ്പം കുറേ കഴിയുമ്പോൾ ഈ വെള്ളം തിളയ്ക്കാൻ തുടങ്ങും. ഈ വെള്ളം തിളയ്ക്കാൻ അങ്ങോട്ട് തുടങ്ങുമ്പം ചോറെല്ലാം അങ്ങോട്ട് കുത്തിമറിയാൻ തുടങ്ങും. അടപ്പ് പാത്രം ഇരുന്ന് പടപ്പട 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 പടാന്ന് അടിക്കാൻ തുടങ്ങും. അടങ്ങിയിരിക്കുക അടപ്പ് പാത്രമേ എന്ന് പറഞ്ഞാൽ അടപ്പ് പാത്രം പറയും, ഞാൻ തുള്ളുകല്ല, എൻ്റെ അകത്തൂന്നൊരു ശക്തി, എനിക്ക് അടങ്ങിയിരിക്കാൻ വയ്യ. നിങ്ങൾ കാണുന്ന അഭിനയമൊന്നുമല്ല, ഞങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ കഴിയാത്ത പോലെ ഞങ്ങളുടെ അകത്തു നിന്നൊരു ശക്തി പുറത്തേക്ക് വരുന്നു. പ്രൈസ് ദി ലോർഡ്. വർഷിപ്പ് ഈസ് ദ outward expression of the inward impression. അകത്തെ സമ്മർദ്ദത്തിന്റെ പുറത്തെ പ്രതിഫലനമാണ് ആരാധന. അകത്ത് ദൈവസ്നേഹം വരുന്നൊരു ദൈവവൈതൽ ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞത് വരും, കൈ അടിച്ചെന്ന് വരും, ചാടിയെന്ന് വരും, തുള്ളിയെന്ന് വരും, അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചെന്ന് വരും, അവനെ ഇരുന്ന് കരഞ്ഞെന്ന് വരും. അതല്ല ആരാധനയാ. അകത്ത് ദൈവസ്നേഹമില്ല, നീ ചാടിയാലും ആരാധനയല്ല, തുള്ളിയാലും ആരാധനയല്ല, മേശ അടിച്ച് പൊട്ടിച്ചാലും ആരാധനയല്ല. പക്ഷെ അകത്ത് ദൈവസ്നേഹമുള്ളവനോട് സ്തോത്രം പറയാൻ, ഹല്ലേലൂയ പറയാൻ, ചാടാൻ, തുള്ളാൻ അഭിഷക്തന്മാർ പറയണ്ട. അകത്ത് അഭിഷേകമുള്ളവൻ എവിടെ ഇരുന്നാലും ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആരാണ് പരിശുദ്ധാത്മാവിനെ തരുന്നതെന്നാ. ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവിനെ ആരാണ് തരുന്നത്? യോഹന്നാന്റെ സുവിശേഷം 7:37, ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ പുറത്തു നിന്ന് അകത്തേക്ക് കയറേണ്ടതല്ല, അകത്തു നിന്ന് പുറത്തേക്ക് വരേണ്ടതാ. അങ്ങനെയാണ് അകത്തൊരുവൻ വരണം, നസ്രയനായ യേശു. യേശു നിന്റെ അകത്തുണ്ടെങ്കിൽ ആത്മനദി അവൻ ഒഴുക്കി വിടും. എൻ്റെ അരികിൽ വരിക, ഞാൻ ആത്മാവിനെ തൂത്തുവിടാമെന്നല്ല കർത്താവ് പറഞ്ഞത്, എൻ്റെ അരികിൽ വരിക, ഞാൻ ആത്മനദിയെ ഒഴുക്കി വിടാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആത്മാവ് നിങ്ങളുടെ പുറത്തുനിന്ന് അകത്തേക്കല്ല, അകത്തുനിന്ന് പുറത്തേക്ക്.
പുറത്തുനിന്ന് അകത്തേക്കാണെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും തരാം, അകത്തുനിന്ന് പുറത്തേക്കായതുകൊണ്ട് ഇവിടെ ആർക്കും തരാൻ കഴിയില്ല. ആത്മാവിനെ തരുവാനും ആത്മാവിനെ തടുക്കുവാനും അധികാരമുള്ള ഒരുത്തനും ഇവിടെ ഇല്ല. പിന്നെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാവിനെ തരേണ്ടത് സ്വർഗത്തിലെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആത്മാവിനെ തരാൻ ആർക്കാണ് അധികാരം? നിങ്ങൾ നോക്കൂ എൻ്റെ മുഖത്തോട്ട്. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുമ്പോഴും നിങ്ങൾ നഗരത്തിൽ പാർക്കുക. അപ്പോൾ ഉയരത്തിൽ നിന്നാണ് ശക്തി വരുന്നതെങ്കിൽ അത് തരുന്നത് ഉലകത്തിലുള്ള ആരുമല്ല, ഉയരത്തിലിരിക്കുന്നവനാണ്. ആരാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത്? ശ്രദ്ധിച്ചു കേൾക്കണം. ഈ മാമോദിസയ്ക്ക് ശേഷം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണെങ്കിൽ പറയാതിരിക്കാൻ ഒക്കെ ഇല്ല, ഉപദേശം പറയുമ്പോൾ എല്ലാം പറയണ്ടേ. മൂറോൺ തൈലം എന്ന് പറഞ്ഞൊരു സാധനം തൂത്തുവിടും. അതാണ് പരിശുദ്ധാത്മാവെന്ന് അവരെ പഠിക്കുന്നത്. ഏലക്കായും കറുവാപ്പട്ട എല്ലാം ഇടിച്ച് റെഡിയാക്കുന്ന സാധനം തൂത്തുവിടും. പരിശുദ്ധാത്മാവിനെ തൂത്തുവിടുന്നതല്ല, അകത്തുനിന്ന് ഒഴുക്കി വിടുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ആരാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത്? എൻ്റെ മുഖത്തേക്ക് നോക്കൂ. പ്രവാചക വരണ്യനായ ഏലിയാവ് തൻ്റെ ശിഷ്യനായ എലീശ. ഏലിയാവ് എലീശയോട് ചോദിക്കുന്നു, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഉടനെ എലീശയുടെ മറുപടി എന്താ? നിന്റെ പ്രസംഗവരം എനിക്ക് തരൂ, നിന്റെ പ്രവചനവരം എനിക്ക് തരൂ, നിന്റെ രോഗശാന്തി എനിക്ക് തരൂ. അതാണോ? അല്ല. എലീശ പറഞ്ഞു, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി ശക്തി എനിക്ക് വേണം, പങ്ക് എന്ന് പറഞ്ഞാൽ അച്ചായൻ്റെതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് അച്ചായമേൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ ഇരട്ടി പങ്ക എന്ന് പറഞ്ഞാൽ ഏലീശയ്ക്കറിയാം, ഇതുണ്ടോ അതെല്ലാം നടക്കും. അഭിഷേകമുണ്ടോ അത്ഭുതം നടക്കും. അഭിഷേകമുണ്ടോ പ്രവചനം നടക്കും. അഭിഷേകമുണ്ടോ ഇന്ന് രാത്രിയിലും രോഗശാന്തി നടക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഏലീശ എന്നാ ചെയ്തേ? എന്നാ പിടിച്ചോന്ന് പറഞ്ഞു കൊടുത്തോ? ഏലീശയുടെ മറുപടി, നീ അല്പം പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, കുഞ്ഞേ, ആത്മാവിനെ തരാൻ എനിക്ക് അധികാരമില്ല. ഇതിന് അധികാരം ഒരുത്തൻ ഉയരത്തിയിരിക്കുന്നവനാ. പ്രൈസ് ദി ലോർഡ്. ആരാണ് ഏലിയാവ്? ഒറ്റ പ്രാർത്ഥനയാൽ മഴമേഘം തടയുന്നവൻ, ഒറ്റ പ്രാർത്ഥനയാൽ മഴ പെയ്യിക്കുന്നവൻ, ഒറ്റ പ്രാർത്ഥനയാൽ കർമ്മേലിൻ്റെ കൊടുമുടിയിൽ തീയിറക്കുന്നവൻ, ഒറ്റ പ്രാർത്ഥനയാൽ ശവത്തെ ജീവിപ്പിക്കുന്നവൻ. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ കർമ്മേലിൻ്റെ തൊടിപിടിയിൽ ഇന്നും തീയിറങ്ങുമെന്നാണ് പറയുന്നത്. പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മഴ ഇവിടെ പെയ്യുമെന്നാണ് പറയുന്നത്. പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ അനേക ജീവച്ഛവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ പ്രാർത്ഥനയാൽ മഴമേഘത്തെ തടയുന്ന, ഒറ്റ പ്രാർത്ഥനയാൽ മഴ പെയ്യിക്കുന്ന, ഒറ്റ പ്രാർത്ഥനയാൽ ശവത്തെ ജീവിപ്പിക്കുന്ന ഏലിയാവിന് ആത്മാവിനെ തരാൻ അധികാരമില്ലെങ്കിൽ ഇവിടെ ആർക്കുണ്ട് അധികാരം? ഇവിടെ ആർക്കും അധികാരമില്ല. എന്നാൽ അധികാരമുള്ള ഒരുവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. നീ ദാഹിച്ചാൽ, നീ ചോദിച്ചാൽ മതിയെന്ന് പറയുന്നിടത്ത് തരാൻ എൻ്റെ കർത്താവിൻ്റെ പക്കലുണ്ട്. കുഞ്ഞെ, ഇന്ന് രാത്രി നീ ചോദിക്ക്. നീ സഭ അതാണെന്നൊന്നും തമ്പുരാൻ ചോദിക്കുന്നില്ല. കർത്താവേ, ഈ അത്യന്ത ശക്തി എൻ്റെ മൺകൂടാരത്തിൽ പകരണമെന്ന് ഈ രാത്രി നീ ചോദിച്ചാൽ മതിയെന്ന് പറയുന്നിടം വരെ തരാൻ എൻ്റെ കർത്താവിൻ്റെ പക്കലുണ്ട്. എത്ര പേർക്ക് ശക്തിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? ഹല്ലേലൂയ. പവർ ഫ്രം ഹൈ എന്നൊരു പുസ്തകം D.L. മോഡി എഴുതിയിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. D.L. മോഡി ഒരു ഭക്തനായിരുന്നു. അദ്ദേഹം അഭിഷേകം പ്രാപിച്ചതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. എന്നെ ശ്രദ്ധിച്ചിരിക്കണം. D.L. മോഡി ഒരിക്കൽ വഴിയിലൂടെ പോകുമ്പോൾ ദൈവത്തോട് പറഞ്ഞു, കരഞ്ഞു, കർത്താവേ, ഈ പരിശുദ്ധാത്മാവ് യാഥാർത്ഥ്യമാണെന്ന് കേൾക്കുന്നു. സത്യമാണെങ്കിൽ എനിക്കിത്തിരി വേണം, എന്നെ നിറയ്ക്കണം. ഇതേ ഒരു ഭക്തനായതുകൊണ്ട് ദൈവം കേട്ടു. ഭയങ്കര ദൈവശക്തി D.L. മോഡിയുടെ മേൽ വന്നു. സാറേ, D.L. മോഡി റോഡിലൂടെ അന്യഭാഷ പറഞ്ഞ് നടക്കാൻ തുടങ്ങി. D.L. മോഡി ഭർത്താവിനോട്, കർത്താവ്, ഇപ്പം വേണ്ട, ഇപ്പം വേണ്ട, വല്ലവരും കണ്ടാൽ പറയുന്നുണ്ട് D.L. മോഡി വെള്ളം അടിച്ച് കിറങ്ങി റോഡിലൂടെ നടക്കുന്നതെന്ന്, കുറച്ച് കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞു. ആ പ്രാർത്ഥനയും ദൈവം കേട്ടു. മുമ്പോട്ട് പോയപ്പോൾ ഒരു സ്നേഹിതൻ്റെ വീട് കണ്ടു. അദ്ദേഹം പോയി മുട്ടി വിളിച്ചു. സ്നേഹിതൻ വന്ന് കതവ് തുറന്നു. എന്താ വേണമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു വീട് വേണം, ഒരു മുറി വേണം പ്രാർത്ഥിക്കാൻ. മുമ്പ് ഈ അഭിഷക്തന്മാർ മുട്ടുകുത്തിയ പോലെ D.L. മോഡി ആ മുറിക്കകത്തോട്ട് കയറിയിട്ട് മുട്ടുകുത്തി സ്വർഗത്തേക്ക് വിരിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, D.L. മോഡി എന്ന മൺപാത്രം ഇതാ ഇവിടെ ഇരിക്കുന്നു.
നിന്റെ അത്യന്ത ശക്തി മതിയാവോളം ഈ മൺകൂടാരത്തിൽ പകരണം. ഡിയൽ മൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇടിമിന്നൽ കണക്ക് ദൈവശക്തി വ്യാപരിച്ചു. കാറ്റ് നിറച്ച റബ്ബർ ബന്ധ പോലെ ഡിയൽ മൂടി ആ റൂമിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. ഡിയൽ മൂടി എഴുതിയത് വൈകുന്നേരം വരെ ആത്മീയ നൃത്തം നീണ്ടു. വൈകുന്നേരമായപ്പോൾ ഡിയൽ മൂടി വിളിച്ചു കൂവി, കർത്താവേ മതി, കർത്താവേ മതി, ഇനിയും പകർന്നാൽ ഈ മൺകൂടാരം പൊളിഞ്ഞു പോകും. ഷമറിയ, നീ വിമർശിക്കാതെ, നീ ആക്ഷേപിക്കാതെ, നീ പരിശുദ്ധാത്മാവിനെ കുറ്റം പറയാതെ മുട്ടിന്മേൽ നിന്ന് കരഞ്ഞു തുടങ്ങ്, പ്രാർത്ഥിച്ചു തുടങ്ങ്. കർത്താവേ, ഈ അത്യന്ത ശക്തി എൻ്റെ മേൽ പകരണമെന്ന് കരഞ്ഞു നോക്ക്. നീ മതിയെന്ന് പറയുന്നിടത്ത് തരാൻ എൻ്റെ കർത്താവിൻ്റെ പക്കലുണ്ട്. എത്ര പേർക്ക് ദൈവത്തെ ആരാധിപ്പാൻ കഴിയും? വാഗ്ദത്തം നിനക്കുള്ളതാ, വാഗ്ദത്തം നിന്റെ സന്തതിക്കുള്ളതാ. ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതത്രേ. എല്ലാവരും കൈകളടിച്ച് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ തന്നെ ആർക്കും അധികാരമില്ല. അതിന് അധികാരം ഉയർത്തിയിരിക്കുന്നവനാ. ഞാനിന്ന് പാസ്റ്ററോട് പറയായിരുന്നു, ഞാൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു കല്യാണത്തിന് ഒരു പെങ്കൊച്ച ആത്മാവിൽ ആരാധിച്ചു. അത് വൈറലായി. അതിൻ്റെ അടി വന്ന് എഴുന്നതെല്ലാം ഗുണപ്പെടാത്ത ബന്ധക്കോസുകാരാ, ഉദയജിമാർ, അഭിഷേകമില്ലാത്ത. അപ്പം ഞാൻ ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് എൻ്റെ പോക്കറ്റിൽ ഇരിക്കുകയാണ്. ഭീമോനച്ചനോട് ചോദിച്ചിട്ടാണോ പരിശുദ്ധാത്മാവ് വരുന്നത്? കാറ്റ് ഇഷ്ടമുള്ള തൂതു വന്നേ, എപ്പം വേണേലും ഊതും. ഇന്ന് രാത്രി അതത് ഇവിടെ ഊതിക്കൊണ്ടേയിരിക്കുക. പ്രൈസ് ദ ലോർഡ്. എന്താ കർത്താവിൻ്റെ വചനം നമ്മൾ പറഞ്ഞത്? വരിക എന്ന് ആത്മാവ് പറയുന്നു, വരിക എന്ന് മണവാട്ടി പറയട്ടെ. സ്തോത്രം. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഞാനിപ്പോൾ പറഞ്ഞ വെളിപ്പാട് 22:17 വാക്യമാണ്. ലൂക്കോസ് 11:13. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ തൻ്റെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ പറഞ്ഞേ എത്രയധികം കൊടുക്കും. പെന്തക്കോസ്തുകാരുടെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ അങ്ങ് നിന്നു. കൺവെൻഷൻ കഴിയുമ്പോൾ അത് വിളിച്ചു പറയുമായിരുന്നു. എന്തുവാ? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? യേശുക്രിസ്തു പറയുന്നു, മറന്നുപോയോ? യേശുക്രിസ്തു പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. പാപികളെ രക്ഷിക്കുന്നു യേശുക്രിസ്തു, രോഗികളെ സൗഖ്യമാക്കുന്നു യേശുക്രിസ്തു, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു യേശുക്രിസ്തു, രാജാവായി വേഗം വരുന്നു നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ. ഹല്ലേലൂയ. അതെല്ലാം പോയി. സ്തോത്രം. പണ്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറയും കാത്തിരിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. കാത്തിരിപ്പ് യോഗം ഉണ്ടായിരുന്നു. ഇപ്പം ദീപ്യമകാർക്കെങ്ങാനും ഉണ്ടെങ്കിലേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല അല്ലേ? ഉണ്ടോ? പലയിടത്തും നമുക്കുണ്ടെന്ന് തോന്നില്ലേ? കാത്തിരിപ്പ്. നമ്മുടെ പിള്ളേർ, നിങ്ങളെയൊക്കെ എനിക്ക് കണ്ട് സന്തോഷം തോന്നുക. പരിശുദ്ധാത്മാവ് എന്താണെന്ന് പോലും പിള്ളേർക്കറിയില്ല. പണ്ട് കല്യാണം ആലോചിക്കാൻ പെന്തക്കോസ്തുകാരൻ ചെല്ലുമ്പം ചോദിക്കും, പിള്ളേരോട് ചോദിക്കും, രക്ഷിക്കപ്പെട്ടതാണോ, സ്നാനപ്പെട്ടതാണോ? ഇപ്പം ഈ ദല്ലാളാ കല്യാണം കൊണ്ട് വരുന്നത്. ആ പുള്ളി കേക്കും പൂക്കും ഉണ്ടോ? നാളെ ചോദിച്ചു, ദല്ലാളിനോട് ഒരാൾ കയറി ചോദിച്ചു, പെണ്ണ് അഭിഷേകം പ്രാപിച്ചതാണോ എന്ന്. ദല്ലാൾ പറഞ്ഞു അവൾ അതിനും മാറത്തില്ലെന്ന്. അവൾ അതിനും മാറത്തില്ലെന്ന് പറഞ്ഞാൽ അതിനും ഇടുക്കിയാന്നവൾ. പണ്ട് പ്രസംഗത്തിനിടയിൽ ഒരാൾ പ്രസംഗം എല്ലാം കഴിഞ്ഞ് പുതുതായി രക്ഷിക്കപ്പെട്ട് വന്ന ഒരാൾ മൈക്കും കൊണ്ട് വന്ന് പുറത്തുള്ള ആളാണ്. അങ്ങേരോട് ചോദിച്ചു, അച്യുതൻ ചേട്ടാ ദൂത ഏറ്റെടുത്തു വന്നു. പുള്ളി പറഞ്ഞു, ഞാനെങ്ങും എടുത്തില്ല കൊച്ചനെ, അവിടെ കാണും നോക്കടാ. നമ്മുടെ ഈ നമ്മുടെ പല ഭാഷയില്ലേ? സ്തോത്രം. ഇതുപോലത്തെ അവസ്ഥയായിരുന്നു പെന്തക്കോസ്തുകാരന്. അഭിഷേകം എന്നാന്നൊന്നും അവനറിയത്തില്ല, പിള്ളേർക്കറിയാവും. അന്യഭാഷയിലും ആത്മനിറവിലും ആരാധിക്കുന്നത് അഭിമാനമായി നിന്റെ തലമുറ കാണണം. നിന്റെ തലമുറ നിന്റെ കയ്യിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അവരഭിഷേകം പ്രാപിച്ചെന്ന് ഉറപ്പ് പ്രാപിക്കണം. നിങ്ങളുടെ മക്കൾ ഡോക്ടറാകും നല്ല കാര്യമാണ്, എൻജിനീയറാകും നല്ല കാര്യമാണ്. അതിനേക്കാൾ നല്ലൊരു കാര്യം പറയാം, നിന്റെ കൺമുമ്പിൽ വന്ന് നിന്ന് നിന്റെ ആരാധിക്കുന്ന ഹോളിൽ മുട്ടിന്മേൽ നിന്ന് നിന്റെ തലമുറ അന്യഭാഷയിൽ കൈയടിച്ച് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന കാണുമ്പം നിന്റെ കണ്ണുകൾ നിറഞ്ഞ കവിഞ്ഞ് ഒഴുകണം. ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യത. സ്തോത്രം.
അതിനാണ് ഇത് പ്രസംഗിക്കുന്നത്. എനിക്ക് ഈ ദൈവദാസന്മാരുടെ കുഞ്ഞുങ്ങളെ മക്കളെ രണ്ടുപേരെ അമ്മമാരെ ഇവിടെ ആരാധിച്ചപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കും. അവനവിടെ നിന്ന് ആരാധിക്കുന്ന കണ്ടു. കർത്താവിൻ്റെ ദാസന്മാരായ ഞങ്ങൾ വന്നപ്പോൾ എന്തോ ഭവ്യതയോടെ വന്ന് സ്വീകരിക്കുന്നത്. ലോകം മുഴുവൻ പോകുന്നത് ഞങ്ങളിതൊക്കെ നോക്കും. കാരണം ഈ ഒരു സുവിശേഷകൻ ഏത് കാലഘട്ടത്തിലും, ഞാൻ ചെയ്യുന്ന കല്യാണമൊക്കെ ഒത്തിരി വൈറലാണ്, നിങ്ങൾ കാണുന്ന ഒരു സുവിശേഷകൻ ഏത് കാലഘട്ടത്തിലും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സുവിശേഷ പ്രസംഗം ദൈവകൃപയിൽ ജീവിക്കുന്നവരുടെ മക്കളാണ്. അല്ലെ നാട്ടുകാർ പറയും, മക്കളെ കേട്ടോണം, നിങ്ങൾ ലോകം മുഴുവൻ നന്നാക്കാൻ നടന്നു, പക്ഷേ അയാൾക്ക് വീട് നന്നാക്കാൻ ഒത്തില്ലെന്ന്. ഈ ദൈവദാസന്മാരുടെ കുഞ്ഞുങ്ങൾ ആമ്പിള്ളാരാ, അവർ വിദ്യാഭ്യാസമുള്ളവരാ, അവർ ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടത് എനിക്ക് സന്തോഷം. നിങ്ങളുടെ തലമുറയും അങ്ങനെയായിരിക്കണം. വാഗ്ദത്തം നിങ്ങൾക്കുള്ളതാ, വാഗ്ദത്തം നിങ്ങൾക്കുള്ളതാ, നിങ്ങളുടെ മക്കൾക്കുള്ളതാ. ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതത്രേ. ഞാനീ പറയുന്ന വാക്യം ഒന്ന് കുറിച്ചെടുത്തോണം. എന്നിട്ട് ഇപ്പം എല്ലാവർക്കും കൂടെ തുറക്കാനൊക്കെ ഒക്കെങ്കിലും തുറന്നോ. ഞാൻ പല വേദി പറയാറുണ്ട്. യെശയ്യാവ് 59:21 വാക്യം മോളെ ഒന്ന് വായിച്ചേര്. ഞാനിതൊക്കെ പരിശുദ്ധാത്മാവി പറയാം, നമ്മുടെ സമയം വളരെ പോകുന്നു. യെശയ്യാ പ്രവചനം വേറെ ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോയിന്ന്. യെശയ്യാ പ്രവചനം 59 അധ്യായം 21 വാക്യം വായിച്ചു. പുസ്തകം തുറന്നെങ്കിൽ തുറന്നവരെല്ലാം പേന കൊണ്ടുവന്ന് ഒന്ന് വരച്ചേര്, ഇല്ലേ വീട്ടിൽ പോയിട്ട് വരയ്ക്കണം. വായിക്കും മോളെ. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനവും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകില്ലെന്ന് കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം പറ. ഒരു കരം നെഞ്ചോട് ഉയർത്തി പിടിച്ചേ, മറുകര സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാ മാതാക്കളും എല്ലാ പിതാക്കന്മാരും കർത്താവിനോടൊന്ന് കരഞ്ഞു പറഞ്ഞേ, കർത്താവേ, എൻ്റെ മേലുള്ള നിൻ്റെ ആത്മാവും എൻ്റെ വായിൽ നീ തന്ന വചനവും എൻ്റെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും വിട്ടുമാറരുത്. കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്. ഓ മാ ശഖ മാ റഥാന ഉഡമാ ശകിൽഖ ഹംതുനി ഹംതുര യാന. എൻ്റെ മേലുള്ള നിൻ്റെ ആത്മാവും എൻ്റെ വായിൽ നിന്ന് വചനവും എൻ്റെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും വിട്ടുമാറരുതെന്ന് നീ പ്രാർത്ഥിക്കണമെങ്കിൽ ആദ്യം നിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടായിരിക്കണം. നിൻ്റെ വായിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടായിരിക്കണം. നിൻ്റെ വായിൽ ദൈവത്തിൻ്റെ വചനമുണ്ടായിരിക്കണം. കേട്ടോ, ഞാൻ കൂടെ പറയും, ദൈവം നമ്മെ അനുഗ്രഹിച്ചതിൻ്റെ തെളിവ് നമ്മുടെ കെട്ടിടത്തിൻ്റെ വലിപ്പമല്ല, നമ്മുടെ കാറിൻ്റെ വിലയല്ല, നമ്മുടെ ബാങ്ക് ബാലൻസ് അല്ല. ദൈവം നമ്മെ അനുഗ്രഹിച്ചതിൻ്റെ തെളിവ് നാം സേവിക്കുന്ന ദൈവത്തെ നമ്മുടെ തലമുറ സേവിക്കുന്നതാണ്. നാം എടുത്ത പുസ്തകം നമ്മുടെ തലമുറ എടുക്കുന്നതാണ്. സമയം തീർന്നു. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ, അതെങ്ങനെ ദൈവം കൊടുക്കുന്നത്? ഫ്രീ ആയിട്ട് കൊടുക്കുക, സൗജന്യമായി കൊടുക്കുക. പരിശുദ്ധാത്മാവ് മാത്രമല്ല, ദൈവം കൊടുക്കുന്നതെല്ലാം ദാനമാണ്. രക്ഷ ദൈവത്തിൻ്റെ ദാനം, നിത്യജീവൻ ദൈവത്തിൻ്റെ ദാനം, സ്വർഗം ദൈവത്തിൻ്റെ ദാനം, ഓക്സിജൻ ദൈവത്തിൻ്റെ ദാനം. ഓക്സിജന് വില കൊടുത്ത് മേടിക്കണമായിരുന്നു, എത്ര കോടി കൂടെ വേണമായിരുന്നു. സ്തോത്രം. ആ കണക്കൊന്നും ഇവിടെ പറയാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചു വിടുക. ദൈവം തരുന്ന എല്ലാം ദാനമാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു അച്ഛൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, അച്ചോ, സ്വർഗം കിട്ടുമെന്നാ എൻ്റെ ധാരണ. അതെന്താ നിൻ്റെ ധാരണ അങ്ങനെ? അതില്ല, കാണുന്ന പള്ളി ഞാൻ പണിതാന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ചോദിച്ചാൽ എത്ര പൗണ്ട്? ഇംഗ്ലണ്ടില എത്ര പൗണ്ട് ആയടോ എന്ന് ചോദിച്ചു. ഇവൻ പറഞ്ഞു 25,000 പൗണ്ടായെന്ന്. അച്ഛൻ ഇങ്ങനെ ഞൊട്ടയൊക്കെ ഇട്ടിട്ട് പറഞ്ഞു, 25,000 പൗണ്ടിന് ദൈവം സ്വർഗം വിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര ദരിദ്രനല്ല ദൈവം. പ്രൈസ് ദ ലോർഡ്. പള്ളി പണിത് കൊടുത്തത് കൊണ്ട്, നമ്മുടെ ഇവിടെയൊക്കെ നേർച്ച കൺവെൻഷൻ ഉണ്ട് അല്ലേ, ഞാൻ ഒത്തിരി പ്രസംഗിക്കുന്ന. പള്ളി പണിത് കൊടുത്തതുകൊണ്ട്, കൺവെൻഷൻ നടത്തിയത് കൊണ്ട്, സെമിത്തേരിക്ക് പെയിന്റ് അടിച്ചത് കൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല. ക്രൂശിൽ മരിച്ച കർത്താവിനെ നിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഉപദേശത്തിന്റെ വിശുദ്ധിയിൽ, ജീവിതത്തിന്റെ വിശുദ്ധിയിൽ കർത്താവിനെ ആരാധിച്ചാൽ കാഹളം ധ്വനിക്കുമെന്ന് എടുക്കപ്പെടും, അല്ല കൈവിടപ്പെടും.
രക്ഷ ദൈവത്തിൻ്റെ ദാനമാ, നിത്യജീവൻ ദൈവത്തിൻ്റെ ദാനമാ, പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാനമാ. അതെന്താ ദൈവം ദാനം കൊടുക്കുന്നേ? ഇങ്ങോട്ട് നോക്കിക്കേ. കാരണം ദൈവം തമ്പുരാനെ പരിശുദ്ധാത്മാവിനെ വില നിശ്ചയിച്ചാലേ വാങ്ങിക്കാൻ നിൻ്റെയിലും എൻ്റെയിലും കാശില്ല. ദൈവം വില നിശ്ചയിച്ചാൽ വാങ്ങാൻ കാശില്ല. ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം തമ്പുരാൻ പരിശുദ്ധാത്മാവിനെ കൊടുത്താൽ ടാറ്റായ്ക്കും ബിർളായ്ക്കും ഇപ്പോഴത്തെ ആരൊക്കെ അദാനിയോ അവർക്ക് പോലും ഓരോ സ്പൂണ് കിട്ടത്തില്ലിത്. പിന്നെ പാവപ്പെട്ട നമ്മുടെ കാര്യം പറയണം. ദൈവം ഇത് ദാനം നൽകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാവപ്പെട്ട നമുക്ക് ആവോളം പ്രാപിപ്പാനിടയായല്ലോ. ഇത് മാത്രമല്ല, രക്ഷ ദൈവത്തിൻ്റെ ദാനമാ. രക്ഷദാനമായതുകൊണ്ട് മുതൽ മുടക്കില്ലെന്ന് ചിന്തിക്കരുത്. ഇതിൻ്റെ വില വലുതാണ്. സ്വർഗത്തെക്കാൾ ഉന്നതനായ, ദൂതന്മാരെക്കാൾ ഉന്നതനായ കുഞ്ഞാടൻ്റെ രക്തം, വിലയേറിയ രക്തം, വിലയേറിയ രക്തം, വിലയേറിയ രക്തം. ആ വിലയേറിയ രക്തത്താലാണ് ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. സ്തോത്രം. ഞാൻ കൂടെ പറയും, ഈ ലോകത്തിലെ സകല സ്വർണവും സകല വെള്ളിയും ത്രാസിൻ്റെ ഒരു തട്ടിൽ വെച്ചിട്ട് മറുതട്ടിൽ നമ്മുടെ കർത്താവിൻ്റെ രക്തത്തിൻ്റെ ഒരു തുള്ളി ഒഴിച്ചാൽ ആ തട്ടിനായിരിക്കും ഭാരം കൂടുതൽ. നിനക്കിത് സൗജന്യം തരുന്നെങ്കിലും ഇത് വിലയില്ലാത്തതല്ല. വാങ്ങാൻ നിൻ്റെ കയ്യിൽ കാശില്ല. കൈ ഉയർത്തി സന്തോഷത്തോട് സ്തോത്രം പറയും. മറ്റു ചില കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പരിശുദ്ധാത്മാവിനെ കുറിച്ച്. പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമാണോ? ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ ആത്മശക്തി ആവശ്യമില്ല. മോനെ മൈക്ക് മാറ്റിയാലോ? എനിക്ക് തോന്നി. പ്രൈസ് ലോർഡ്. എനിക്ക് തോന്നുന്നു എനിക്ക് പോയതാന്ന് തോന്നുന്നു. കൈ കൊടുത്ത് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടാ. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്, നിത്യജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ ആത്മശക്തി ആവശ്യമില്ലാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശു കർത്താവായിരുന്നു. യേശു ആത്മാവിൻ്റെ ശക്തിയോട് ഗലീല വിട്ട് മടങ്ങി. യേശുവിന് ആത്മശക്തി ആവശ്യമാണ്. നിങ്ങൾക്കും എനിക്കും എത്രയധികം ആവശ്യമാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ സ്നാനപ്പെടേണ്ടാത്ത ഒരാളുണ്ടായിരുന്നത് യേശുവാ. യേശു സ്നാനപ്പെട്ടെങ്കിൽ നമ്മൾ എത്രയധികം സ്നാനപ്പെടണം. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ കരയേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശുവാ. യേശു കരഞ്ഞെങ്കിൽ നമ്മൾ എന്തുമാത്രം കരയണം. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ ഉപവസിക്കേണ്ടാത്ത ഒരാളുണ്ടായിരുന്നു യേശുവാ. യേശു ഉപവസിച്ചെങ്കിൽ നമ്മൾ എത്രയധികം ഉപവസിക്കണം. യേശു സ്നാനപ്പെട്ട നിന്നേക്കാൾ പാപിയായിട്ടല്ല, നീ അനുഗമിപ്പാൻ നല്ലൊരു മാതൃക കാണിക്കുകയായിരുന്നു. ഒന്ന് കൈകൾ ഉയർത്തിയ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ അതൊരു പ്രവചനവും കൂടെ. അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് വേഗത്തിൽ ഞാൻ നിർത്താം. ഒത്തിരി പ്രവചനവാക്യം വായിക്കുന്നുണ്ട്. യെശയ്യാപ്രവചനം 32-ാം അധ്യായം 15-ാം വാക്യവും 14-ാം വാക്യവും. ആദ്യം 15 പിന്നെ 14 വായിക്ക്. 22-ന്റെ 10-ാം വാക്യവും നമ്മളൊന്ന് വായിച്ചാട്ട് പെട്ടെന്ന്. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. അതിന്റെ 14-ാം വാക്യം വായിച്ചാട്ട്. അരമന ഉപേക്ഷിക്കപ്പെടും, ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി. അവിടെ ഒരു പ്രവചനമാണ്. 28-ന്റെ 10 വിക്കി വിക്കി പറഞ്ഞ അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത. ഇത് പ്രവചനമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു, യേശു ജനിക്കും, അവൻ ജീവിക്കും, മരിക്കും, ഉയർക്കും. പ്രവചനമുള്ളതുപോലെ പരിശുദ്ധാത്മവർഷണം നിങ്ങൾ കാണുന്ന ഇത് പ്രവചനമാണ്. യോവേൽ 2:28 അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ഇത് പ്രവചനമാണ്. ആ പ്രവചന നിവൃത്തി. അവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഉയരത്തിൽ നിന്ന് നമ്മുടെ മേൽ ആത്മാവിനെ പകരുവോളം തന്നെ. ഇവിടെ എഴുതിയിരിക്കുന്ന പല കാര്യമുണ്ട്. ഉയരത്തിൽ നിന്ന് ആത്മാവ് വന്നാൽ അരമന ഉപേക്ഷിക്കപ്പെടും, ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമാകും, നിർജ്ജന നഗരം ജനപുഷ്ടിയാൽ നിറയും. ഈ ശരിക്ക് ആത്മാവ് വന്നാൽ അരമനകളോട് ടാറ്റ പറയും. മനസ്സിലായവർക്കറിയാം. ഞങ്ങളുടെ മേലൊക്കെ ആത്മാവ് വന്നുകൊണ്ട് അരമനകളോട് ടാറ്റ പറഞ്ഞത്. ഇന്ന് ആത്മാവ് വന്നിട്ടും അരമനെ ചുറ്റിപ്പറ്റി പലരും നിൽക്കുക. എൻ്റെ അപ്പനെയൊക്കെ സ്നാനപ്പെട്ടതിൻ്റെ പേരിൽ മുടക്കിയതാ ഈ പള്ളിക്കാരൊക്കെ. ഇപ്പം അവർ പറയുന്നത് എവിടെ വേണേലും പോയി മുങ്ങിക്കോ, പക്ഷേ ഇവിടെ പൊങ്ങിക്കോണമെന്ന്. അങ്ങനെ പലയിടത്തും പോയി മുങ്ങി അവിടെ പൊങ്ങി നിൽക്കുക. കട്ട് മുക്കി വിടാൻ കുറേ ഉപദേശിമാരും ഉണ്ട് മതിയിൽ. എന്നിട്ട് കുമ്പനാട് പോയി ഒരു തമ്പേറും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഭയങ്കര കൊട്ട. പറവോനു ഞാൻ ഇനി അടിമയല്ല. പറവോനെ തിണ്ണക്കിരുന്നാ ഇത് കൊട്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കൂട്ടായ്മക്കാരുണ്ട്. ശനിയാഴ്ച വരെ മുട്ടിമേ നിന്ന് ഭയങ്കര രക്തത്താൽ ചെയ്യും, അന്യഭാഷയൊക്കെയാ. ഞായറാഴ്ച അവരുടെ
ആത്മാവ് പമ്പ കിടക്കും. ഇവിടെ നീ പ്രാപിച്ചത് പരിശുദ്ധാത്മാവാണ്. ഞായറാഴ്ച കുർബാന മധ്യത്തിൽ വന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവിന് ഇവിടെ വല്ലവരെയും പേടിയുണ്ടോ? പരിശുദ്ധാത്മാവിന് ഭൂമിയിൽ ഒരുത്തനെയും പേടിയില്ല. ഈ ബ്രസീൽ എന്ന രാജ്യം കത്തോലിക്ക രാജ്യമായിരുന്നു. ഇപ്പോൾ ആ രാജ്യം പെന്തക്കോസ് രാജ്യമായി മാറിക്കൊണ്ടിരിക്കുക. അവിടെ ശക്തമായ ആത്മീയ ഉണർവ് നടക്കുക. ഇപ്പം ഇവിടുത്തെ അൽബനിയിൽ നടന്നില്ലേ? ഒരു പാവപ്പെട്ടവനെ ദൈവം ഉപയോഗിച്ചു, സാധാരണക്കാരനെ, ഒരു വർക്ക്ഷോപ്പ് ജീവനക്കാരനെ. അദ്ദേഹത്തിന് വലിയ പ്രസംഗപാഠമൊന്നുമില്ല, പക്ഷെ അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതലുകൾ നടക്കുകയാണ്. ദൈവം അങ്ങനെ സന്ദർശിക്കും. ഈ ദേവദാസൻ പ്രാർത്ഥിച്ച പോലെ നമ്മൾ അതിനായി പ്രാർത്ഥിക്കുന്നത് ഇവിടെ ഉണർവ് നടക്കാനാണ്. അപ്പം ഈ മനുഷ്യൻ വലിയൊരു ക്രൂസൽ നടക്കുകയാണ്. ഇങ്ങനെ ശ്രദ്ധിക്കൂ, ഞാൻ വേഗത്തിൽ നിർത്താം. അപ്പോൾ എനിക്ക് ഒത്തിരി പോകണം ദൂരെ, അതുകൊണ്ടാണ് നിർത്തി വെക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഈ ബാപ്റ്റിസ്റ്റ് സഭയുടെ ഒരു പാസ്റ്റർ, ബാപ്റ്റിസ്റ്റ് സഭ 1000 അംഗങ്ങളൊരു സഭയുണ്ട്. ഈ ബാപ്റ്റിസ്റ്റ് സഭയെന്ന് പറഞ്ഞാൽ പലതുണ്ട്. ബാപ്റ്റിസ്റ്റ് സഭ ആത്മാവ് ഉള്ളതുകൊണ്ട് ആത്മാവില്ലാത്തതുകൊണ്ട്, അത്ഭുതം നിന്നെന്നും പറയുന്നവരുമുണ്ട്, ഉണ്ടെന്ന് പറയുന്നവരുണ്ട്, അഭിഷേകം നിന്ന് പോയെന്ന് പറയുന്നുണ്ട്. പണ്ട് ആശാരിയോട് ആരാണ്ട് പറഞ്ഞു, ആശാരിപദേശിയോട്, അത്ഭുതം നിന്നെന്ന്. അപ്പോൾ ആശാരി എന്ന് പറഞ്ഞു, അത്ഭുതം നിന്നേ, നിനക്കും നിൻ്റെ പെണ്ണും പിള്ളയ്ക്കുക, എനിക്കും എൻ്റെ പെണ്ണും പിള്ളയ്ക്കുക അത്ഭുതം. ആശാരിപദേശി അറിയത്തില്ലേ? സോദര എന്ന് പറയുന്നത്, അന്യഭാഷ നിന്നെങ്കിൽ ഞങ്ങൾക്ക് നിന്നിട്ടില്ലെന്ന്. ഞാൻ ആത്മാവിൽ തുടങ്ങിയതേ ഉള്ളൂ. കൈ ഉയർത്തി സന്തോഷത്തോടെ സഹോദരൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ 1000 അംഗങ്ങളുള്ള ബാപ്റ്റിസ്റ്റ് സഭയുടെ പാസ്റ്റർ ഈ ഉണർവ് യോഗം, ഭയങ്കര ഉണർവ് നടക്കുക. അപ്പോൾ അദ്ദേഹത്തെ അവിടെ എന്താ നടക്കുന്നത് കാണാൻ ചില ആളുകളുണ്ടല്ലോ, പുറകെ വന്നിരിക്കുക വാക്കി കൊടുക്കാൻ, അന്യഭാഷ എഴുതിയെടുക്കാനൊക്കെ വരുന്നവരുണ്ട് പണ്ടും. അങ്ങോട്ട് അപ്പോൾ ഇദ്ദേഹം 1-ാം ദിവസം വന്നു, 2-ാം ദിവസം വന്നു, 3-ാമത്തെ ദിവസം ബാപ്റ്റിസ്റ്റ് സഭയിലെ പാസ്റ്ററെ കയറി പരിശുദ്ധാത്മാവ് കയറി പിടിച്ചു. ഇതാ ഇതിൻ്റെ പ്രത്യേകത. സുവിശേഷത്തെ പിടിക്കാൻ വരുന്നവനെ സുവിശേഷം കയറി പിടിക്കും. അയാൾ ആത്മനിർഭരം പ്രാപിച്ചു, അന്യഭാഷ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. പിറ്റേ ഞായറാഴ്ച, ഇത് സംഭവം മാക്സിമം സംഭവം പറയാം. പിറ്റേ ഞായറാഴ്ച അയാൾ ചർച്ചിൽ ചെന്ന് പറഞ്ഞതേ, അവിടെ നടക്കുന്ന പെന്തക്കോസ് യോഗം കാണാൻ ഞാൻ പോയതാ. 1-ാം ദിവസം പോയി, കുറ്റമല്ല എഴുതിയെടുത്ത് ചോദ്യം ചോദിക്കാൻ പോയതാ. 2-ാം ദിവസം പോയി, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വ്യാപാര ശക്തിയാൽ ദൈവം എന്നെ നിറച്ചു. അതാണ് പെന്തക്കോസിൻ്റെ പ്രത്യേകത. ഇതിനെ പിടിക്കാൻ വരുന്നവനെ ഇത് കയറി പിടിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് ശക്തിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? എന്നിട്ട് അയാൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞതേ, നിങ്ങളെ ആരെയും ഞാൻ വിളിക്കുന്നില്ല, ഇന്ന് മുതൽ ഞാൻ പ്രാപിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് സാക്ഷ്യം വഹിപ്പാൻ ഈ ഹോള് വിട്ട് ഞാൻ ഇറങ്ങുക എന്ന് പറഞ്ഞു. മാർക്സിൽ എഴുതിയത്, സഭയിലെ 1000 വിശ്വാസിയും ചാടി എഴുന്നേറ്റു. ഞങ്ങളുടെ പാസ്റ്റർ പ്രാപിച്ച ശക്തി യാഥാർത്ഥ്യമെങ്കിൽ അതിനായി ഞങ്ങളും സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞു. ആത്മാവ് വരുമ്പോൾ അരമ്മന ഉപേക്ഷിക്കപ്പെടും. ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമാകും. ഈ ഓളൊക്കെ ശൂന്യമായി ഒരിക്കൽ കിടന്നതാ. പരിശുദ്ധാത്മശക്തി വ്യാപിച്ചപ്പോൾ ഇങ്ങോട്ട് ഒഴുകാൻ തുടങ്ങിയ കണ്ടോ? നിന്റെ ഓളിൽ ആത്മശക്തി വ്യാപരിച്ചാൽ പലയിടത്തു നിന്നും ആളുകൾ ഒഴുകി ഇതിനകത്തേക്ക് വരും. എത്ര പേർക്ക് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ. ഞാൻ നിർത്താൻ പോകുകയാണ്. മശിഹായുടെ 1-ാം വരവ് കാത്തിരുന്ന ശിമോന്മേൽ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. മിശിഹായുടെ 2-ാം വരവ് കാത്തിരിക്കുന്ന നിൻ്റെ മേൽ പരിശുദ്ധാത്മാവുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി അതിനായി ഏൽപ്പിക്കപ്പെടണം. ശിമോൻ്റെ അടുത്ത പ്രത്യേകത എഴുതിയിരിക്കുന്നത്, അവൻ മക്കളെ ഒന്ന് വായിച്ച 27-ാം വാക്യം ഒന്ന് വായിച്ചാൽ പെട്ടെന്ന് വായിച്ച മോളെ. 26-ാം വാക്യം വായിച്ച 26-ാം വാക്യം അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു. യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന് ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടു ചെന്നപ്പോൾ അവനെ കയ്യിൽ ഏന്തി ദൈവത്തെ പുകഴ്ത്തി. അപ്പോൾ അവൻ അരുളപ്പാട് പ്രാപിക്കുന്നവനായിരുന്നു, അവൻ കാത്തിരിക്കുന്നവനായിരുന്നു. രണ്ടും സമയമെടുത്ത് സംസാരിക്കേണ്ടതാ. ശിമോൻ അരുളപ്പാട് പ്രാപിച്ചവനായിരുന്നു. എന്താണ് അവൻ അരുളപ്പാട് പ്രാപിച്ചത്? ദൈവം ഒരുക്കിയ രക്ഷയെ കാണും മുമ്പ് മരണം ആസ്വദിക്കയില്ലെന്ന് അവൻ പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാട് പ്രാപിച്ചു. എൻ്റെ മുഖത്തൊക്കെ നോക്കിയിരുന്നാട്ട് എല്ലാവരും ബൈബിളൊക്കെ അടിച്ച് നീനോട് നോക്കിയോ? അവൻ കാത്തിരിക്കുന്നവനായിരുന്നു. എന്താ കാത്തിരുന്നത്? മശിഹായുടെ വരവ് കാത്തിരിക്കുന്നവനായി. കൈ ഉയർത്തി സന്തോഷത്തോട് സ്തോത്രം പറ. ഈ ഇരിക്കുന്ന ദൈവജനം അരുളപ്പാട് പ്രാപിച്ചവരാണ്. നമ്മൾ കാത്തിരിക്കുന്നവരാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രാജാതിരാജാവായി വരുമെന്ന് നമ്മൾ കാത്തിരിക്കുക. ഞങ്ങളുടെ പ്രതീക്ഷ വരാനുള്ള രാജ്യമാണ്. നിന്റെ രാജ്യം വരണമേ. ഈ കാണുന്നത് താൽക്കാലികമാ, കാണാത്ത നിത്യമാ. ഈ ലോകരാജ്യം അസ്തമിക്കാറായി, മേലോകരാജ്യം
വേഗമിതാ ആഗമിക്കാറായി, ഈ ലോകരാജ്യം അസ്തമിക്കാറായി, മേലോകരാജ്യം വേഗമിതാ ആഗമിക്കാറായി. പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു തന്നെ, പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു തന്നെ. പാവനമായി ജീവിക്കുന്ന പാവനനെ ചേർത്തിടും, പാവനമായി ജീവിക്കുന്ന പാവനനെ ചേർത്തിടും. വീണ്ടെടുക്ക കൂട്ടാക്കി ഒരു പാട്ട് പാടി ആരാധിക്കുക. ഞാൻ നിർത്താൻ പോവുകയാണ്. ശിമോൻ കാത്തിരിക്കുന്നവനായിരുന്നു, അവൻ അരുളപ്പാട് പ്രാപിച്ചവനായിരുന്നു. എന്താ പ്രാപിച്ച അരുളപ്പാട്? ദൈവം ഒരുക്കിയ രക്ഷയെ കാണും മുമ്പ് മരണം ആസ്വദിക്കുകയില്ല. എൻ്റെ മുഖത്തോട് നോക്കി, എൻ്റെ മുഖത്തോട് നോക്കി. ശിമോൻ്റെ കണ്ണ് കുഴിഞ്ഞു, കവളൊട്ടി, ശരീരം ചുക്കിച്ചുളിഞ്ഞു, ദേഹബലം ക്ഷയിച്ചു. കണ്ണു മങ്ങിയെങ്കിലും മങ്ങാത്ത ഒന്നുണ്ടായിരുന്നു, അതവൻ്റെ വിശ്വാസമായിരുന്നു. ദേഹബലം ക്ഷയിച്ചെങ്കിലും ക്ഷയിക്കാത്ത ഒന്നുണ്ടായിരുന്നു, അതവൻ്റെ പ്രത്യാശയായിരുന്നു. ഇന്ന് രാത്രി ഇവിടെ വന്ന ദൈവവൈതലേ, ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും നിൻ്റെ മേലുള്ള അഭിഷേകം നഷ്ടപ്പെടരുത്, ആദ്യ സ്നേഹം നഷ്ടപ്പെടരുത്, പ്രത്യാശ നഷ്ടപ്പെടരുത്, പ്രത്യാശ നഷ്ടപ്പെടരുത്. പത്രോസിനെ നോക്ക്, യാക്കോബിനെ കൊന്നു പത്രോസിനെ കൊല്ലാനിട്ടിരിക്കുക. പക്ഷെ അന്ന് രാത്രിയിൽ അവൻ ഉറങ്ങി. നാളെ നിങ്ങളെ കൊല്ലുമെന്ന് വേണ്ട, നിങ്ങൾ ഉറങ്ങൂ. ഉറങ്ങി. എന്താ ഉറങ്ങാൻ കാര്യം എന്നറിയാമോ? വാഗ്ദത്തത്തിന്മേലുള്ള ഉറപ്പ്. കർത്താവ് പറഞ്ഞു, നീ ബാലനായിരുന്നപ്പോൾ ഇഷ്ടമുള്ള വഴി പോയി, നിവൃത്തനായ ശേഷം മറ്റൊരുത്തൻ നിൻ്റെ അരകെട്ടും ഇഷ്ടമില്ലാത്ത വഴി പോവും. ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ എന്നാ കയറിയെന്നറിയാമോ? ഞാനിപ്പോൾ അങ്ങ് ചാകില്ല, വൃത്തനായേ ഞാൻ മരിക്കുള്ളൂ. ഇന്ന് രാത്രി ദൈവവൈതലേ, നീ വാഗ്ദത്തത്തിൽ കയറി പിടിച്ചോണം. വാഗ്ദത്തം നിവർത്തിക്കും വരെ ദൈവം നിന്നെ ഇവിടെ നിർത്തും. ഒരിക്കൽ ഒരാളെന്നോട് ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി ഒരിക്കൽ ഫോണിൽ ചോദിച്ചു, ഒരു ആയുർവേദ ഡോക്ടറാ, എത്രയോ നാളായി ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു മറുപടിയില്ലല്ലോ. ഞാൻ പറഞ്ഞു, സഹോദരി, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഉടനെ അവൾ എന്നോട് ചോദിച്ചു, ഇനി എന്നാ പ്രവർത്തിക്കുന്നേ? എൻ്റെ കണ്ണടഞ്ഞ ശേഷമാണോ? പരിശുദ്ധാത്മാവ് പറഞ്ഞവളോട് പറ, ദൈവമാണ് നിന്നോട് വാക്ക് പറഞ്ഞതെങ്കിൽ അതിൻ്റെ നിവർത്തി കാണാതെ നിൻ്റെ കണ്ണടയാൻ ദൈവം സമ്മതിക്കത്തില്ല. ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, വാഗ്ദത്തം നൽകിയത് ദൈവമാണെങ്കിൽ അതിൻ്റെ നിവർത്തി കാണാതെ കണ്ണടയാൻ ദൈവം സമ്മതിക്കില്ല. സാറ് ഇവിടെ അധ്യാപകനായി വന്ന് ഇന്ന് രാവിലെ തന്നെ അനുഭവം പറഞ്ഞു. ഇവിടെ എല്ലാം കയറി ഇറങ്ങി സുവിശേഷം അറിയിച്ചു, അനേകരാട്ടി ഓടിച്ചു, ആക്ഷേപ വാക്ക് പറഞ്ഞു, ഭ്രാന്തരെന്ന് വിളിച്ചു. വിദ്യാഭ്യാസമുള്ള ഈ മനുഷ്യൻ ഓടി നടന്നു. പക്ഷെ ഇന്ന് കൺമുമ്പിൽ ഈ ജനത്തെ കണ്ട് ദൈവത്തെ സ്തുതിപ്പാനിടയായില്ലേ? വാഗ്ദത്തമുള്ള നിന്നെ തകർക്കാൻ പിശാചിന് കഴിയില്ല. സ്തോത്രം. കണ്ണുകുഴിഞ്ഞും കവളൊട്ടി എല്ലുന്തി. പക്ഷെ ശിമോനോട് ചോദിക്കും, എന്നോട് നോക്കിയേ, എന്തേ കിളവാ നിൻ്റെ മഷിക? എത്ര കാലമായി പറയുന്നു മഷിക വരും വരും. ശിമോൻ്റെ മറുപടി, അവൻ വരും, അവൻ വരും. അന്യനല്ല, സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണും, ഞാൻ അവനെ കാണും. രാത്രി എൻ്റെ പ്രഭാഷണം നിർത്തുക. അടുത്ത ദിവസങ്ങൾ ദൈവദാസൻ പ്രസംഗിക്കും. വാഗമൺ ദേശമേ, ഞങ്ങളോട് നിങ്ങൾ ചോദിക്കുന്നു, 2000 വർഷമായി പ്രസംഗിക്കുന്നു, യേശു എവിടെ? യേശു എവിടെ? യേശു എവിടെ? ഞങ്ങളുടെ മറുപടി, അവൻ വരും, ഞങ്ങളുടെ പ്രാണപ്രിയൻ വരും, ഞങ്ങളുടെ കർത്താവ് വരും, യേശു മടങ്ങി വരും, ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരും, അവൻ വരാതിരിക്കില്ല. ഞങ്ങളുടെ തലമുറയിൽ പക്ഷേ ഞങ്ങളുടെ കർത്താവ് വരും. കയ്യൊന്ന് അടിച്ച ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചേ. എത്രയോ ഭക്തന്മാർ തങ്ങളുടെ തലമുറയിൽ യേശു വരുമെന്ന് പ്രതീക്ഷിച്ചു, പ്രത്യാശ ഇവിടെ വിട്ടുപോയി. ഞങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ കാലഘട്ടത്തിൽ യേശു വരുമെന്ന. പക്ഷേ ലോകം പറയുന്നത് എന്തേ യേശു? പക്ഷേ ഒരു കാര്യം പറഞ്ഞ് നിർത്തട്ടെ, ലോകം എന്തെല്ലാം പദ്ധതി ഇറക്കുന്നു യേശു വരുത്തില്ലെന്ന് വരുത്താൻ. പക്ഷേ യേശു കർത്താവിനെ കാത്തിരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അവിടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, പിശാചിന്റെ പദ്ധതികൾ പരാജയപ്പെടും, എന്റെ ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും.
കാത്തിരിക്കുന്ന ശുദ്ധിമാന്മാർ യേശുവിനെ കാണാൻ കാലമായി. കാത്തിരുന്ന ശിമോൻ യേശുവിനെ കണ്ടതുപോലെ കാത്തിരിക്കുന്ന ഭക്തർ യേശുവിനെ കാണും. ഞങ്ങളുടെ പ്രതീക്ഷ ഈ മണ്ണാങ്കട്ടയല്ല, കർത്താവിൻ്റെ വരവാ. 68,000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ പാർത്ത വ്യക്തിയെയും കോവിഡ് കൊണ്ടുപോയി, മറക്കരുത്. 68,000 സ്ക്വയർ ഫീറ്റ് തന്നെ നമ്മുടെ ദൈവദാസന്. ഞാൻ അന്ന് വന്നപ്പോൾ വീടിൽ നിന്ന് കർത്താവ് നല്ല ഇത്തിരി ഞാൻ സ്തോത്രം പറഞ്ഞു. അതെന്തുകൊണ്ട് നല്ലൊരു വീട്, എന്നിട്ട് തന്നെ 3,300. അപ്പോൾ 68,000 സ്ക്വയർ ഫീറ്റ് ഒന്ന് ചിന്തിച്ച്, എൻ്റെ ദൈവം തൂക്കാൻ എത്ര വരുവാണ്? ഈ ഏരിയയിലെ ഏറ്റവും വലിയ വീടും 5,000 സ്ക്വയർ ഫീറ്റിനപ്പുറം ഇല്ല. അതൊരു 10 മുറിയുള്ള വീടാണ്. അപ്പോൾ 68,000 സ്ക്വയർ ഫീറ്റിൽ പാർത്തവനെയും കോവിഡ് കൊണ്ടുപോയി. നിങ്ങൾക്ക് അടുത്തൊരു സ്ഥലത്ത് 33,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്, 15 ലക്ഷം രൂപ ലൈവ് പൂക്കൾ നിരത്തി ഉദ്ഘാടനത്തിന്, അവനെയും കോവിഡ് കൊണ്ടുപോയി. കാണുന്നത് താൽക്കാലികമാ, കാണാത്ത നിത്യമാ. കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെടുമോ? സ്വർഗത്തിൽ പേരുണ്ടോ? അവിടെ ചിലതുണ്ടോ? ഉറപ്പ് പ്രാപിക്കണം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പേർ വിളിക്കും നേരം എൻ്റെ പേര് കാണുമോ? ഏത് നിമിഷം ഇവിടുന്ന് പോകുമെന്നറിയില്ല. 2 കോടിയിൽ പരം ആളുകളെയാണ് കോവിഡ് കൊണ്ടുപോയത്. വളരെ വിദഗ്ധരായ ഡോക്ടേഴ്സ്, നേഴ്സസ്, കോടീശ്വരന്മാർ, സയൻറ്റിസ്റ്റുകൾ. നമ്മൾ ബാക്കിയായി. നമ്മൾ പോയവർ നമ്മളെക്കാൾ മോശക്കാരും നമ്മളവരെക്കാൾ നല്ലതായിട്ടല്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി തീർന്നിട്ടില്ല. എല്ലാ കണ്ണു പടച്ചാട്ട്. ജീവോത്സവത്തിൽ പേരെഴുതിയിട്ടില്ലെങ്കിൽ തീപ്പൊയിൽ തള്ളിക്കളയും. കർത്താവേ, എൻ്റെ പേര് ജീവോത്സവത്തിൽ എഴുതണം. അങ്ങേ രക്ഷിതാവായി ഞാൻ സ്വീകരിക്കുന്നു. നിന്റെ രക്തത്താൽ എന്നെ കഴുകണം. എൻ്റെ പേര് ജീവപുസ്തകത്തിൽ കാണണം. പേർ വിളിക്കും നേരം എനിക്ക് എടുത്തുകൊള്ളപ്പെടണം. എല്ലാവരും കരഞ്ഞ് പ്രാർത്ഥിച്ചാണ്. എനിക്ക് എൻ്റെ പ്രാണപ്രിയനെ കാണണം. എനിക്ക് എൻ്റെ യേശുവിനെ കാണണം. എന്നെ അതിനായി സമർപ്പിക്കുന്നു. എന്നെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കൂ. നിങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങളെ ഒന്നുകൂടെ കഴുകണമേ, ഞങ്ങളെ ഒന്നുകൂടെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വരവിൽ ഞങ്ങൾ കൈവിടപ്പെട്ടു പോകല്ലേ. നിന്റെ വരവിനായി ഞങ്ങൾ ഒരുക്കണമേ. നിന്റെ ജനത്തെ നിന്റെ കരം തൊടുന്നോർത്ത് സ്തോത്രം. നിന്റെ ശക്തി വ്യാപരിക്കുന്നോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കൈകൾ താഴ്ത്തിയിടാം. രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പുത്രപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ നിമജ്ജന സ്നാനം. 2022 വേണ്ടി പ്ലാനും തയ്യാറാക്കി, 23 തയ്യാറാക്കി പലർക്കും 2022 അവസാനം കണ്ടില്ല. ദൈവം നമ്മുടെ ആയുസ് ദീർഘമാക്കി. ഞാൻ മുമ്പേ ഓർപ്പിച്ചു, യേശു സ്നാനപ്പെട്ട നമ്മളെക്കാൾ പാപിയായിട്ടല്ല. കണ്ണടച്ചാട്ട്. രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരവസരം തന്നില്ലെന്ന് വരരുത്. സ്നാനം സത്യമാണെന്ന് എനിക്കറിയാം. ഞാൻ ഇന്ന് രാത്രി ഇവിടുന്ന് പോകുകയാണ്. നാളെ ഇവിടെ യോഗമുണ്ട്. ചിലപ്പം കർത്താവ് വരാം. സ്നാനം സത്യമാണ്. എനിക്ക് യേശുവിനോട് ചേരണം. അവൻ്റെ കൽപ്പന അനുസരിക്കണം. തടസ്സം മാറാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കൈകൾ ഉയർത്തിപ്പിടിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ കൈകൾ നന്നായി ഉയർത്തിപ്പിടിച്ചാട്ട്. ആ പുറയിൽ മുതൽ ആ കൈകൾ നന്നായി ഉയർത്തിപ്പിടിച്ചാട്ട്. കർത്താവ് നിങ്ങൾ കാണുന്നു. മക്കളെ, കാൽവറിൽ നിനക്ക് വേണ്ടി കാര്യം പാണിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവൻ കൈവലിച്ചില്ല. നന്നായി യേശുവിനെ സ്വീകരിപ്പാൻ, കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാൻ മനസ്സുള്ള കൈകൾ നന്നായി ഉയർത്തിപ്പിടിക്കൂ. നിങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങളുടെ കൽപ്പന അനുസരിപ്പാൻ മനസ്സുണ്ടായിട്ടും കഴിയാത്തവർക്കായി പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ നിന്റെ കുഞ്ഞുങ്ങളെ ഒരുക്കണം. നിന്റെ കരവരെ തൊട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൻ്റെ കൈകൾ താഴ്ത്തിയിടാം. ഒരാളെങ്കിലും ഒരാൾ യേശുവിനോട് ചേരാൻ തീരുമാനമെടുത്താൽ സ്വർഗ്ഗം സന്തോഷിക്കും. ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് പരിശുദ്ധാത്മാഭിഷേകം ആവശ്യമാണ്. അന്യഭാഷയിൽ ആത്മനിറവിൽ എനിക്ക് ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്തിപ്പിടിച്ചാട്ട്. എനിക്ക് ആത്മാഭിഷേകം വേണം. അഭിഷേകം പ്രാപിച്ചവർ, കൃപാവരത്തിനായി ആഗ്രഹിക്കുന്നവർ കൈകൾ ഉയർത്തിപ്പിടിച്ചാട്ട്. ഹല്ലേലൂയ. കർത്താവിനെ സാക്ഷിപ്പാൻ എനിക്ക് കൃപ വേണം. അറിയാവുന്ന ഭാഷയിൽ എനിക്ക് യേശുവിൻ്റെ സാക്ഷിയാകണം. എനിക്ക് എത്ര നാൾ ഭൂമിയിലുണ്ട് അത്ര കാലം. കൈകൾ ഉയർത്തിപ്പിടിക്കൂ. നിങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഈ ജനത്തെ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. നിന്റെ ശക്തി അവിടെ മേൽ വ്യാപരിക്കട്ടെ. നിന്റെ കൃപ അവിടെ മേൽ വ്യാപരിക്കട്ടെ. അവർ വാ തുറക്കുമ്പോൾ അവിടെ വായിൽ നീ വചനം നൽകണമേ. അവർ കൈ നീട്ടുമ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ. കർത്താവേ, രോഗികൾക്ക് നീ സൗഖ്യം കൊടുക്കണമേ. പുത്തൻ അഭിഷേകത്താൽ നിറയ്ക്കണം. ഇപ്പോൾ ഈ ഗായക സംഘം പാടുമ്പോൾ തന്നെ ഈ രാത്രി ചില അഭിഷേകം പ്രാപിക്കട്ടെ. ഒട്ട വ്യാപാരമൊക്കെ വിട്ടുമാറട്ടെ. നിന്റെ കരവരെ തൊട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കൈകൾ അടിച്ച ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ്.
എന്നെ യോഗത്തിന് ക്ഷണിച്ച ദൈവദാസനോട് സഭയോട് നന്ദി. നല്ല പാട്ട് കേൾക്കാം, നമ്മൾ കരമടിച്ച് ആരാധിക്കാം. കർത്താവ് സഹായിക്കട്ടെ. എല്ലാ കരങ്ങളും ചേർത്തടിച്ച് എന്റെ കരം പിടിച്ചു തന്റെ മാറോടണ ചീടുവേ. അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ചു തന്റെ മാറോടണ ചീടുവേ. ആ സമൂഹമതിൽ അന്നു കർത്തരുവാൻ അത് ഘോഷിക്കും സന്തോഷത്താ. ആ സമൂഹമതിൽ അന്നു കർത്തരുവാൻ അത് ഘോഷിക്കും സന്തോഷത്താ. കൺകൾ കോതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, നാദാ നിന്നോടെ ചേർന്ന് പാടിയേ. കൺകൾ കോതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, നാദാ നിന്നോടെ വരവിനായി. പാരിൻ കഷ്ടതകൾ ഏറും ദിനം തോറുമേ, നാദാ വേഗം നീ വന്നിടണേ. പാരിൻ കഷ്ടതകൾ ഏറും ദിനം തോറുമേ, നാദാ വേഗം നീ ആനന്ദമേ. കൊതിക്കുന്നവർ ചേർന്ന് പാടിയാട്ടെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശു രാജാവിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശു രാജാവിനെ. ഈ പാതലത്തിൽ സൃഷ്ടിക്കാരനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാതലത്തിൽ സൃഷ്ടിക്കാരനവൻ എന്റെ ഉള്ളത്തിൽ വന്നു. ആനന്ദമേ ആനന്ദമേ പര
എല്ലാവരും വലതുകരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ബ്ലസ് വാഗമണിന്റെ 22-ാം വർഷത്തെ യോഗത്തിന്റെ 2-ാമത്തെ ദിവസം ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ അധ്യക്ഷനായി നടത്തിപ്പുകാരനായിരുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം, സ്തോത്രം. ശക്തിയാലും സൈന്യത്താലുമല്ല, എൻ്റെ ആത്മാവാൽ അത്രേ എന്ന് പറഞ്ഞവൻ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഹല്ലേലൂയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ശത്രു ഹല്ലേലൂയ പലവിധമായ തടസ്സങ്ങൾ കൊണ്ടുവന്നെങ്കിലും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ളവൻ ഞങ്ങൾക്ക് മുമ്പിലായി പോയി തടസ്സങ്ങളെ മാറ്റി അത്ഭുതങ്ങളെ ചെയ്തതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. വിവിധ ഭാഗങ്ങളിലായിരുന്ന തന്നെ ജനത്തെ കൊണ്ടുവന്നു. ഇത് രാത്രി ദൈവ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്ന് അവിടുത്തെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ വർഷിച്ചു. അതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങയുടെ വിലയേറിയ ഭൃത്യനെ ഈ ദേശത്ത് കൊണ്ടുവന്നു. ഈ 2 ദിവസങ്ങളിലും കർത്താവേ, നിന്റെ മാറ്റമില്ലാത്ത വചനം പരിശുദ്ധാത്മാവിന്റെ ശക്തിയോട് ഹല്ലേലൂയ ദേശത്തോട് വിളിച്ചറിയിക്കുവാനുള്ള സുഖവും ബലവും ആത്മനിറവും തന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. വിതയ്ക്കപ്പെട്ട വചനം ഹല്ലേലൂയ ദേശത്ത് ഫലം നൽകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ മഞ്ഞുമഴയും അയച്ച് അനുഗ്രഹിക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. ഹല്ലേലൂയ ഇന്ന് രാത്രികാലം താൻ യാത്രയായി കടന്നു പോകുന്നു. യാത്രയിലൊക്കെയും കൂടെ ഇരുന്ന് അവിടുത്തെ രക്തത്തിന്റെ വെള്ളപ്പിടങ്ങൾ സൂക്ഷിക്കണം. വരുന്ന ദിവസങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും ദൈവമേ ശക്തിയായി നിന്റെ മകനെ നീ പ്രയോജനപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൂടെ പോകുന്ന സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സഭയിലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അവിടുത്തെ വലിയ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ആവശ്യമായ എല്ലാ കൃപയും അവിടുന്ന് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ഈ യോഗത്തിൽ സംബന്ധിച്ച എല്ലാ കർത്തൃദാസന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണം, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, തലമുറകളെ അനുഗ്രഹിക്കണം, അവരുടെ സഭകളെ അനുഗ്രഹിക്കണം, വിശ്വാസികളെ അനുഗ്രഹിക്കണം. വാഗമണ്ണിൽ നീ തരുവാൻ പോകുന്ന വലിയ ഉണർവിനായി ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതിരുകളും വരമ്പുകളും ഇല്ലാതെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദേശത്തിൽ ഹല്ലേലൂയ ദൈവവേല ചെയ്തെടുക്കുവാൻ എല്ലാവരെയും സഹായിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം സഭാ സംഘടനാ വ്യത്യാസമില്ലാതെ ഈ യോഗത്തിൽ വന്ന് പങ്കെടുത്ത എല്ലാ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, സ്നേഹിതർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ 2 ദിവസങ്ങളിലും കേട്ട വചനം നല്ല നിലത്ത് വിടുന്ന വിത്തുപോലെ ഹല്ലേലൂയ 30, 60, 100 ഫലം നൽകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവമിടയാക്കണം. ശാരീരികമായ അസ്വസ്ഥതയോട് വന്നവർ ഇന്ന് രാത്രികാലം സൈക്യം പ്രാപിച്ചു വിടുന്നു പോകുന്നത് കണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെട്ടു. സ്നാനത്തിന് ഏൽപ്പിച്ചു കൊടുത്തവർക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ ദിവസങ്ങളിൽ ജനത്തിന്മേൽ പകർന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രിയിൽ യാത്രയായി കടന്നു പോകുന്നതിന് കുഞ്ഞുങ്ങളുടെ യാത്രയിലൊക്കെയും കൂടെ ഇരിക്കണം. കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണം കർത്താവേ. ഹല്ലേലൂയ. ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബ്ലസ് വാഗമൺ ഹല്ലേലൂയ വാസ്തവമായി ദേശത്തിന് ഒരു അനുഗ്രഹമായി തീർന്നതിനായി സ്തോത്രം, 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 സ്തോത്രം. ഇവിടുത്തെ കർത്തൃദാസനെ, കുടുംബത്തെ, ഈ സഭയിലെ എല്ലാ വിശ്വാസികൾക്കായി പ്രാർത്ഥിക്കുന്നു. രാത്രി പകലന്യെ പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ഹല്ലേലൂയ ധാരാളമായി കൊടുക്കുകയും ചെയ്ത് ഈ ബ്ലസ് വാഗമൺ ഹല്ലേലൂയ യോഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സഭയിലെ എല്ലാ വിശ്വാസികൾക്കായും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാർക്കായി സ്തോത്രം. അവിടെയായി നിന്റെ വേലയിലായിരിക്കുന്ന മക്കൾക്കായി സ്തോത്രം. ഞങ്ങളെപ്പോലെ സ്വതന്ത്രമായി ഹല്ലേലൂയ സുവിശേഷം അറിയിക്കുവാനോ കേൾക്കുവാനോ ഉള്ള സാവകാശമില്ലാതെ ദേശത്തിന്റെ നാനാഭാഗത്തായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തെരുവുകളിൽ അങ്ങുമിങ്ങും അലഞ്ഞു നടന്ന് സുവിശേഷ പ്രതികൾ കൊടുക്കുകയും
നിന്ന് ഹല്ലേലൂയ പ്രസംഗിക്കുകയും ചെയ്യുന്ന കർത്തൃദാസന്മാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേൽ അവിടുത്തെ കൃപ പകരണം. അവിടുത്തെ വരവ് താമസമന്യേ ഉള്ളത് കൊണ്ട് അവിടുത്തെ വരവെ നോക്കി പാർത്ത് ഓരോ ചുവട് മുന്നോട്ട് വയ്ക്കുവാൻ സഹായിക്കണം. ഈ യോഗങ്ങളിൽ കടന്നു വന്ന് ഹല്ലേലൂയ സ്തോത്രം ഗാനങ്ങൾ ഹല്ലേലൂയ ആലപിച്ച് തിരുനാമത്തെ മുഖത്തുപെടുത്തിയ പ്രിയ സഹോദരങ്ങളെ അനുഗ്രഹിക്കണം. യവനക്കാരാണ്, അവിടുത്തെ രക്തത്തിന്റെ വെളപ്പിടങ്ങൾ സൂക്ഷിക്കണം. അവിടുത്തെ അഭിഷേകത്താൽ നിറപ്പണം. നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയാക്കണം കർത്താവേ. ഹല്ലേലൂയ ഈ രാത്രികാലം ഞങ്ങൾ പെരിയുന്നു. മാറാത്ത അവിടുത്തെ ഹല്ലേലൂയ സ്തോത്രം സാന്നിധ്യം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നിന്ദിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പലവിധമായ പ്രതികൂലങ്ങളും ഇടർച്ചകളും ഉണ്ടാക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ എല്ലാം അവിടുന്ന് സന്ദർശിച്ച് രക്ഷിക്കുവാൻ പോകുന്നതുകൊണ്ട് സ്തോത്രം കർത്താവേ. തുടർന്ന് സഹായത്തിയണം. അവിടുത്തെ വരവിന് വേണ്ടി ഒരുക്കണം. അല്ലെങ്കിൽ മാനമഹത്വത്തോട് നടക്കണം. രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വതരംഗമേ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ ആശ്വസിപ്പിക്കുന്ന കൂട്ടായ്മയും ഇതുമെന്നേക്കും നാം ഏവരോടും തങ്ങി താപരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ വേഗം വരണമേ.